പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഈ കാലത്തെ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്തു നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. കൃത്യമായി കഴിഞ്ഞ നാളുകളിൽ കർത്താവെ ആസാദിയിലൂടെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഓരോ ജീവിതാനുഭവങ്ങളും അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ, വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അതിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ, ഇന്ന് ഞങ്ങൾ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിമണി കേൾക്കുവാൻ പോവുകയാണ്. നിൻ്റെ കൃപ കൂടിയിരിക്കണം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ മകനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ വെച്ച് ഉപയോഗിക്കണം. തൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരണം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങൾ അവിടുന്ന് ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകല മാനവും സകല മഹത്വത്തോടത്തേക്ക് തരുന്ന യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു പ്രാവശ്യം കൂടെ ആസാദിയുടെ എല്ലാ പ്രിയമുള്ളവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ദൈവം ഒരു നല്ല ദിവസം കൊണ്ട് നൽകിയല്ലോ. ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാ അനുഭവങ്ങളും വ്യത്യസ്തമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ആസാദിയിലൂടെ പുറത്തു കൊണ്ടുവന്നു. ഒന്നിന് മെച്ചമെന്ന് പറയാം. ഇന്ന് കേൾക്കാൻ പോകുന്നത് വളരെ അസാധാരണമാകുന്നൊരു സാക്ഷ്യം. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയപ്പെട്ട റെജി എബനേസർ ബ്രദറിനെ സ്വാഗതം ചെയ്യുകയാണ്. ബഹ്റൈനിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വെൽക്കം ബ്രദർ. പ്രൈസ് ലോർഡ്. സന്തോഷമായിട്ടിരിക്കുന്നേ. ഞാൻ നമുക്ക് പ്രിയപ്പെട്ട റോയ് പാസ്റ്ററാണ്, ബാംഗ്ലൂരിലെ റോയ് പാസ്റ്ററാണ് റിജിയുടെ കാര്യം എന്നോട് പറഞ്ഞത്. എനിക്കൊരു മെസ്സേജ് ഇട്ടു. ഒരു അസാധാരണ സാക്ഷ്യമുണ്ട്. റിജിയുടെ സാക്ഷ്യം അല്പം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി വേഗത്തിൽ നമ്മുടെ ചാനലിൽ കൊണ്ടുവരണം. കാരണം സമാന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. അവർക്കൊക്കെ ഇന്നത്തെ സാക്ഷ്യം ഒരു വലിയ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ പോവുകയാണ്. ആദ്യമേ തന്നെ ഞാൻ റോയ് പാസ്റ്ററോട് നന്ദി പറയുന്നു, പ്രിയപ്പെട്ട റജിബ്രനോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ നടുവിൽ വന്നിങ്ങനെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി തയ്യാറായതിൽ. ബഹ്റൈനിലാണല്ലേ? അതെ പാസ്റ്ററെ, ഞാൻ ബഹ്റൈനിലാണ്. ഒത്തിരി വർഷങ്ങളായോ ബഹ്റൈനിലായിട്ട്? ദൈവകൃപയാൽ 36 വർഷമായി ഇവിടെ ആയിട്ട്. 36 വർഷങ്ങളായി ബഹ്റൈനിലായിട്ട്. അതെ അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. ബഹ്റൈനിൽ തന്നെ ജീവിതത്തിലെ വ്യത്യസ്തമാകുന്ന പല ഫേസസിലൂടെ കടന്നുപോയി അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു പക്ഷേ ഈ പ്രായത്തിനിടയിൽ മറ്റാർക്കും ഇല്ലാത്ത ജീവിതാനുഭവങ്ങൾ വന്നു. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചു. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഈ ഏറ്റവും നല്ല ഗുരു നമ്മുടെ ജീവിതാനുഭവങ്ങളാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? നാട്ടില്? ഞാൻ ബോണബോട്ട് ബോംബെയിലായിരുന്നു. ബോംബെയിൽ ഉല്ലാസ്നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയായിരുന്നു ജനനവും. അവിടെയായിരുന്നു 6th സ്റ്റാൻഡേർഡ് വരെ അവിടെയായിരുന്നു പഠിച്ചത്. ഉല്ലാസ് നഗർ ബോംബെ എന്നൊക്കെ പറയുമ്പോൾ ഒരു മലയാളി ഹിന്ദിക്കാരൻ അല്ലേ? അതെ അതെ. ഹിന്ദിയൊക്കെ നന്നായിട്ട് പറയുമോ? ഹിന്ദി. ഞങ്ങൾ സാധാരണ ഈ ഹിന്ദി അറിയാവുന്നവർ വന്നാലുടനെ ഞങ്ങൾ മനസ്സിൽ പറയുന്നത് എന്താണെന്നറിയാം, നമുക്ക് ഹിന്ദി ചാനലിലും കൊണ്ടുവരണമെന്നുള്ളത്. അപ്പം ഹിന്ദി റിജിബ്രന് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ഹിന്ദി ചാനലിലും ഈ സാക്ഷ്യം നമുക്ക് കേൾക്കാൻ, നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. അപ്പം ബോംബെയിൽ ആണ് ജനിച്ചതും വളർന്നതുമൊക്കെ. മാതാപിതാക്കളൊക്കെ ബോംബെയിലായിരുന്നു. അപ്പോൾ നാട്ടിൽ എവിടെ നിന്നാ? നാട്ടിൽ എൻ്റെ പിതാവിൻ്റെ വീട് മാവേലിക്കര, വെട്ടിയാർ എന്ന് പറയും. എൻ്റെ മാതാവിൻ്റെ വീട് കിടങ്ങന്നൂർ, ആറന്മുളയ്ക്കടുത്ത് കിടങ്ങന്നൂർ, അവിടെയാണ്. ശരി, എല്ലാം ഏകദേശം വലിയ ദൂരങ്ങളില്ലാത്ത സ്ഥലങ്ങളാണ്. അതെ അതെ. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ജീവിതാനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നില്ല. റജിബ്രനോട് തന്നെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം റെഡിയാണ് കേൾക്കാൻ, ഞാൻ റെഡിയാണ് കേൾക്കാൻ. ഞാൻ കുറച്ച് കേട്ടെങ്കിലും കേൾക്കാൻ അന്ന് പറ്റാതിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. ജീവിതത്തിൽ അനുഭവിച്ച ഓരോ ഘട്ടങ്ങൾ അങ്ങനെ പറയാം, കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ശരി, ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ, ബഹ്റൈനിലുള്ള കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാസ്റ്റർ പരിചയപ്പെട്ടാണ്
ബാംഗ്ലൂരിലുള്ളതായ റോയ് മാത്യു പാസ്റ്ററിനെ പരിചയപ്പെടാനിടയായി തീർന്നത്. അങ്ങനെ ഈ 2 കർത്താവിൻ്റെ ദാസന്മാരും കൂടെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്നതായ ഈ ശുശ്രൂഷയെപ്പറ്റി ഞാൻ അറിയാനിടയായി തീർന്നു. ഞാൻ ആക്ച്വലി ഇപ്പോൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല ഇങ്ങനൊരു അനുഭവ സാക്ഷ്യം പറയുവാൻ. എങ്കിലും ദൈവവചനം പറയുന്നത് ഒരുവൻ സ്വന്തം ഗുണത്തേക്കാൾ മറ്റുള്ളവരുടെ ഗുണം, മറ്റുള്ളവരുടേതായ പ്രയോജനം കൂടെ നോക്കണം. പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം മറ്റൊരു അനേക സാക്ഷ്യങ്ങൾ ഉളവാക്കും എന്നുണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചിന്തിച്ചു, ഞാൻ മാനസികമായിട്ട് അത്ര പ്രിപ്പയർഡ് അല്ല എങ്കിലും കർത്താവ് ഒരുക്കുന്ന ഒരു മുഖാന്തരം തീർച്ചയായിട്ടും അത് വിനിയോഗിക്കാം. അത് അനേകരുടെ ജീവിതത്തിന് അത് പ്രയോജനപ്പെടണം. ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഈ ഒരു ശുശ്രൂഷയിലേക്ക് കർത്താവിൻ ദാസൻ ക്ഷണിച്ചപ്പോൾ വരുവാൻ തക്കനോടെയായി തീർന്നത്. എന്തായിരുന്നാലും നമ്മുടെ ദൈവമക്കളാണല്ലോ, ദൈവനാമം മഹത്വപ്പെടണം. അത് മാത്രമേ ഉള്ളൂ, ദൈവനാമം മഹത്വപ്പെടണം. അനേകർ കർത്താവിലേക്ക് കടന്നു വരണം. ആമേൻ, സ്തോത്രം. കർത്താവിൻ ദാസൻ പറഞ്ഞ പ്രകാരം ഞാൻ ജനിച്ചു വളർന്നത് ബോംബെയിലാണ്, ഉല്ലാസ്നഗറിൽ. നമ്മളെല്ലാം അറിയാം, സെക്കൻഡ് USA എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് ബോംബെയിലെ ഉല്ലാസ്നഗർ. കാരണം അവിടെ ഇല്ലാത്തതൊന്നുമില്ല, എല്ലാം അവൈലബിൾ ആണ് അവിടെ. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ 6ാമത്തെ ക്ലാസ് വരെ അവിടെയായിരുന്നു പഠിച്ചത്. ഒരു നോൺ പെൻഡക്കോസ്റ്റൽ പാരമ്പര്യ സമുദായം അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യമായ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ ആരുടെയും പേര് പറയുവാൻ തക്കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ യഥാർത്ഥമായ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ഭവനമായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു പഠിപ്പീരായിരുന്നില്ല ആ സഭയിലുണ്ടായിരുന്നത്. എന്നിരുന്നാലും അപ്രകാരം അവിടെ എങ്ങനെ ജനിച്ചു വളർന്നു. ബോംബെയിലെ സിസ്റ്റം ടോട്ടലി ഡിഫറെൻ്റാണ്. കേരളത്തിലെ ഒരു സെറ്റപ്പ് അല്ല അവിടുത്തേത്. കൾച്ചറും ഒക്കെ ഒത്തിരി ഡിഫറെൻ്റാണ്. എങ്കിലും ഞാൻ ചെറുപ്രായത്തിൽ വളരെ സന്തോഷമായി, എസ്പെഷ്യലി സ്കൂൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൾട്ടി കൾച്ചറലാണ് അവിടുത്തെ. മലയാളീസ് മാത്രമല്ല, അനേക സ്റ്റേറ്റിൽ നിന്നും ഉള്ളതായ കുട്ടികൾ, സിന്ധികൾ, ഗുജറാത്തികൾ, മഹാരാഷ്ട്രൻസ്, തമിലിയൻസ്, കേരളക്കാരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറിലാണ് നമ്മൾ അവിടെ ജനിച്ചു വളർന്ന് നമ്മുടെ പഠനമൊക്കെ അങ്ങനെയായിരുന്നു. എസ്പെഷ്യലി സ്കൂളിൽ പഠനം ഓർക്കുമ്പോൾ വളരെ നല്ലൊരു നിലയിലാണ് അവിടെ ജീവിച്ചിരുന്നത്. നന്നായി സ്കൂളിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു ലെവലിലായിരുന്നു അവിടെ സ്കൂളിലായിരുന്നപ്പോൾ. എസ്പെഷ്യലി മ്യൂസിക് ആൻഡ് ഡാൻസ് വളരെ ക്രേസ് ആയിരുന്നു. അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ അതിന് മുന്നമേ ഒരു കാര്യം പറയുന്നതൊക്കെ ആഗ്രഹിക്കുന്നു. 5 വയസ്സാകുന്നതിന് മുന്നമേ എനിക്ക് ടോൺസിലിറ്റീസ്, കരപ്പൻ, ചിക്കൻ പോക്സ് ഇങ്ങനെ ഇപ്രകാരമുള്ള അസുഖം കാരണത്താൽ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായത്. അതിപ്പോൾ സീരിയസ് ആയി. അപ്പോൾ ആ അസുഖങ്ങളെല്ലാം മാറി എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലായപ്പോഴത്തേക്ക് ഹൈ ഫീവറായി. എന്നാലും മറ്റ് അസുഖങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം ഡിസ്ചാർജിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് നടക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സും എല്ലാവരും ആശ്ചര്യപ്പെട്ടു, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ നടന്നു വന്ന കുഞ്ഞാണ്, ഇപ്പോൾ നടക്കുവാൻ കഴിയുന്നില്ല. ഇനി അവരെ നോക്കിയപ്പോൾ എൻ്റെ അരമുഖ താഴോട്ട് തളർന്നു പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് പോളിയോ ആണ്. 1,00,000 ഒരാൾക്ക് മാത്രമേ 2 കാലും പോളിയോ വന്ന് തളരുകയുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ ഒരു കാരണവശാലും അതിനൊരു വിടുതലില്ല. മെഡിക്കൽ സയൻസിൽ അതിന് സൊല്യൂഷനില്ല. ഒരു കാലാണെങ്കിൽ സാവകാശം ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധ്യതയുണ്ട്, അതും ഷുവറല്ല, ഗ്യാരണ്ടിയില്ല. 2 കാലും തളർന്നു പോയതോടെ അവർ പറഞ്ഞു, ഒരൊറ്റൊരു വഴിയേ ഉള്ളൂ, ഒരു വീൽ ചെയർ, ക്രച്ചസ്, ഒരു ഹോം നേഴ്സ്, ഒരു റൂം. അതിൽ കൂടുതലൊരു സൊല്യൂഷൻ അവരുടെ കയ്യിലില്ല. പിന്നെ അവരിങ്ങനെ എൻ്റെ പേരൻസിനോട് പറഞ്ഞു, യു പ്രേ ടു യുവർ ഗോഡ്, മേ ബി ഹി വിൽ ഹെൽപ്പ് യു. അവർക്ക് അത്രേ അറിയുള്ളൂ.
വളരെ ഷോക്കിംഗ് ആയിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. എസ്പെഷ്യലി എൻ്റെ പേരൻസ്, ഞാൻ ആദ്യത്തെ മകനാണ്. അതുപോലെ എൻ്റെ മമ്മിയുടെ കുടുംബത്തിൽ ഞാൻ ആദ്യത്തെ കൊച്ചുമകനാണ്. അപ്പം ആ രീതിയിൽ വളരെ ലാളിച്ച് വളർത്തിയതാണ്. ഈ ഒരു സംഭവം കേട്ടതോടുകൂടി എല്ലാവരും ഷോക്കായി. ഈ ആദിജാതൻ ഇങ്ങനെ സംഭവിച്ചു പോകില്ല, എന്തോ ഒരു ശാപം വന്നതുപോലുള്ള ഒരു അവസ്ഥയായിരുന്നു. വളരെ പ്രയാസത്തോടെ ദുഃഖത്തോടെ ആയിരുന്ന അവസരത്തിലാണ്, ഈ സമയത്താണ്, ഈ ഒരു 4-5 മമ്മിയുടെ വിവാഹത്തിന് ശേഷം ഈ ഒരു 4-5 വർഷത്തിനുള്ളിലാണ് മമ്മിയുടെ പേരൻസ് കിടങ്ങന്നൂർ അവർ ദൈവഭാഗത്തേക്ക് വന്നു. അതായത് യഥാർത്ഥമായ സത്യദൈവത്തെ ആരാധിക്കുവാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, അതും പ്രത്യേകമായ ഒരു ദർശനത്താലാണ് അങ്ങനത്തെ സ്റ്റെപ്പ് എടുക്കുവാൻ തക്കനോടെയായി തീർന്നത്. കാരണം അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും രോഗസൗഖ്യത്തിനോ കാര്യസാധ്യത്തിനോ വേണ്ടിയല്ല അന്ന് ഈ പെന്തക്കോസ്റ്റ് അനുഭവത്തിലേക്ക് എൻ്റെ ഗ്രാൻഡ് പേരൻസ് പോയത്. എന്നാൽ വ്യക്തമായ ഒരു ദർശനം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി, എൻ്റെ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും. സാധാരണ ഒരാൾ മാത്രമാണ് ആദ്യം ഈ അനുഭവത്തിലേക്ക് വരുന്നത്. എന്നാൽ എൻ്റെ ഗ്രാൻഡ് പേരൻസ് രണ്ടുപേരും ഒരുപോലെ കണ്ട ഒരു ദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ് ദർശനം കണ്ടോ എന്തെങ്കിലും? അതെ, പ്രത്യേകമായ ഒരു ദർശനം ലഭിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇത്ര ധൈര്യമായിട്ട് ആരോടും ചോദിക്കാതെ, ആരുടെയും അനുവാദത്തിനൊന്നും വെയിറ്റ് ചെയ്യാതെ അങ്ങനെ സ്റ്റെപ്പ് എടുത്തു. അങ്ങനെ ഈ ഒരു അനുഭവത്തിലേക്ക് വന്നു. പെന്തക്കോസ്റ്റൽ ബിലീഫിലേക്ക്, അങ്ങനെ ആരാധനയിലേക്ക് അവർ. അപ്പം കൊച്ചുമകന് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ അവരും വളരെ ഷോക്കായി. അപ്പം ആ കാലങ്ങളിൽ ഇന്നത്തെ പോലുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. ടെലഗ്രാം അടിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം, അങ്ങനെ ഞാൻ അറിഞ്ഞത്. പെട്ടെന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഈ നാട്ടിലെ ഒത്തിരി ചികിത്സയുണ്ടല്ലോ, ആയുർവേദിക്ക്, നാട്ടുമരുന്ന്, അങ്ങനെ പല. അപ്പോൾ അതിനു വേണ്ടി ആണ് ക്ഷണിച്ചത്. അങ്ങനെ നാട്ടിൽ കൊണ്ടുവന്നു. വലിയ പ്രതീക്ഷയോടാണ് വന്നത്. കാരണം ബോംബെയിൽ മാക്സിമം ചിലവാക്കാവുന്നതെല്ലാം ചിലവാക്കിയിട്ടും ഒരു സാധ്യതയുമില്ല. അങ്ങനെ നാട്ടിൽ വന്നു, ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്തിനു പറയുന്നു, ആ വൈദ്യൻ കുറിച്ച് കൊടുത്തതായ ആ പ്രകാരം അവർ ആ ഭരണി പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൽ പോയ്സനാണ് കണ്ടത്. അത് വൈദ്യൻ ആവശ്യപ്പെടാത്ത ചില ഇലകൾ കൂടി അതിലുണ്ടായിരുന്നു. അത് പോയ്സനായിരുന്നു. അത് ക്യാൻസലായി. വീണ്ടും അദ്ദേഹം വളരെ വ്യക്തമായി എഴുതി കൊടുത്തു. അങ്ങനെ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം വന്നു. ഭരണി തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ചലന്തിയെ കണ്ടു. ഇതോടായപ്പോഴത്തേക്ക് അദ്ദേഹവും മനസ്സും എടുത്തു, കുടുംബത്തിൽ എല്ലാവർക്കും മനസ്സും എടുത്തു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇനി നെക്സ്റ്റ് ടൈം ഞാൻ തന്നെ കൊണ്ടുവരാം, ഞാൻ തന്നെ ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞ് പോയ ആ വൈദ്യൻ പിന്നെ വന്നിട്ടേ ഇല്ല. അപ്പോൾ ആ സമയത്താണ് കടങ്ങന്നൂരുള്ളതായ, കടങ്ങന്നൂർ എന്ന് പറയുമ്പോൾ എരുമക്കാട് IPC, അവിടെയായിരുന്നു എൻ്റെ ഗ്രാൻഡ് പാരൻസ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ IPC ഒരു 40 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ മമ്മിയെയും ക്ഷണിച്ചു, പക്ഷെ പോയില്ല. കാരണം പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. എസ്പെഷ്യലി എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും അത് അങ്ങനെ ചിന്തിക്കുവാനേ കഴിയില്ല. അവർക്ക് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് അറിയപ്പെടുന്നത് വളരെ താണ ജാതികളുടെ, ലോ കാസ്റ്റ് ആളുകൾക്കുള്ളതാണിത്. 2 ഭവനങ്ങളിലെയും കൃഷി കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെന്തക്കോസ്റ്റിൽ പോകുന്നതായ ആളുകളെയാണ്. ആ സ്റ്റാറ്റസിലാണ് അവരെ കരുതിയിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു താണ ജാതിയിലേക്ക് ഇറങ്ങി പോകുവാൻ ആർക്കും തയ്യാറായിരുന്നില്ല, മനസ്സില്ല, ഇഷ്ടമല്ല. എങ്കിലും ആദിജാതനാണല്ലോ, ഇങ്ങനൊരു ശാപം വന്നു എന്നുള്ള ഒരു പേര് മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുന്നൊരവസ്ഥ. അങ്ങനെ എന്തായാലും അങ്ങനെ പരീക്ഷിച്ച് നോക്കാമെന്നുള്ള ഒരു അങ്ങനെ തീരുമാനത്തിലാണ് എന്നെ ആ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവകൃപയാൽ അവിടെ കടന്നു വന്നത് അനേക ദൈവദാസന്മാർ. അതിൽ ചിലർ പ്രവചന വരമുള്ളവർ, കൃപാവരങ്ങളുള്ളവർ, വെളിപ്പാടും ദർശനമുള്ളവർ. അവരിൽ പലരിൽ കൂടി എൻ്റെ മാതാവിനോട് ബോംബെയിൽ നടന്ന അനേക കാര്യങ്ങളെ വെളിപ്പെടുത്തുവാന്നൊക്കെ ഇടയായി തീർന്നു. അത് വളരെ ചിന്തനീയമായി. ഇതെങ്ങനെ അറിഞ്ഞു, എങ്ങനെ ഇത് വെളിപ്പെടുന്നു, ഇതുവരെ പൊയ്ക്കൊണ്ടുവന്നതായ അങ്ങനെയുള്ള ആ പള്ളിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് വളരെ ഷോക്കായി. ഒന്ന്. രണ്ടാമത് അവർ തമ്മിൽ പരസ്പരം അറിയാത്ത കർത്താവിൻ്റെ ദാസന്മാരാണ് ഓരോ ദിവസവും വരുന്നത്. അവർ പറഞ്ഞത്,
ഈ ആദ്യജാതൻ യഹോവയ്ക്കുള്ളതാണ്. നിങ്ങൾ നേരണം. ഈ പൈതലിനെ കർത്താവിന് വേണ്ടി നേരണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എഞ്ചിനീയറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആക്കുവാൻ ഉള്ളതല്ല. ദൈവസഭയിൽ എഴുന്നേറ്റ് ഈ പൈതലിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു സാക്ഷീകരിച്ചാൽ തീർച്ചയായും വിടുതലുണ്ടെന്നുള്ളൊരു സന്ദേശമാണ് അവരെല്ലാവരും പറഞ്ഞത്. ആദ്യമൊക്കെയും അതിന് ബുദ്ധിമുട്ടായിരുന്നു, പ്രയാസമായിരുന്നു. അങ്ങനെ സമർപ്പിക്കുവാനോ സഭ മാറുവാനോ ഒരിക്കലും തയ്യാറായിരുന്നില്ല. എങ്കിലും കർത്താവിൻ്റെ ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു മുൻ നിർണയം ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായും എൻ്റെ മാതാവ് ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മാതാവ് എന്നെ എടുത്ത് സമർപ്പിച്ച് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ സൗഖ്യത്തിന് വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അത് ദൈവനാമത്തിന് വേണ്ടി പെന്തക്കോസ്റ്റിൽ പോയി സുവിശേഷം അറിയിക്കുവാനോ അതിനു വേണ്ടിയായിരുന്നു. സൗഖ്യം ലഭിക്കണം, ആ ഒരു ഉദ്ദേശത്തോടു കൂടി എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ആ സമർപ്പണം തീർച്ചയായും അത് ദൈവഹിതമായിരുന്നു, ദൈവത്തിൻ്റെ പ്രീ പ്ലാനായിരുന്നു. സ്തോത്രം. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഫാസ്റ്റിംഗ് കഴിയുന്നതിന് മുന്നമേ തന്നെ അത്ഭുതകരമായ സൗഖ്യം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മിക്കവാറും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയാണ്, ഗ്രാൻഡ് ഫാദറിൻ്റെ മടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ചെറുപ്രായമാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിൽ നിന്നും കർത്താവ് സഭയുടെ സദീര പ്രാർത്ഥന, അനേകർ കണ്ണുനീരോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ഫാസ്റ്റിംഗ് കഴിയുന്നതിന് മുന്നമേ ഞാൻ അത്ഭുതകരമായി അവിടെ വെച്ച് തന്നെ എഴുന്നേറ്റ് നടക്കുവാൻ ഓടുവാൻ പഴയതിലും വേഗത്തിൽ അങ്ങനെ വലിയൊരു അത്ഭുതം കർത്താവ് അവിടെ ചെയ്തു. ഈ മിറക്കിൾ എൻ്റെ കുടുംബത്തിന് മാത്രമല്ല, അവിടെ വന്ന് അനേകർക്കും അത് ചിന്തനീയമായി. അനേകർ കർത്താവിൽ വിശ്വസിക്കുവാൻ ഉറയ്ക്കുവാൻ ഒക്കെ കാരണമായി തീർന്നു. അവിടെയാണ് ശരിക്കും ഒരു ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുന്നതൊക്കെ എല്ലാവർക്കും ഇടയായി തീർന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അതെല്ലാം മറന്ന് അഗെയിൻ ബാക്ക് ടു ബോംബെ, അവിടെ വന്ന് സാധാരണ ലൈഫ് നയിക്കുന്നു. ഇത് പിതാവിനോട് അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ബോംബെയിൽ അറിഞ്ഞു. ഇങ്ങനെ പെന്തക്കോസ്തുകാരെ പ്രാർത്ഥിച്ചാണ് എനിക്ക് സൗഖ്യമായെന്നുള്ള കാര്യം എൻ്റെ പിതാവ് പറഞ്ഞു. അത് പിതാവിന് ഒരിക്കലും അത് അംഗീകരിക്കുവാൻ പറ്റുന്നതായിരുന്നില്ല. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരുടെ ട്രീറ്റ്മെൻറ്റിൽ സൗഖ്യം പ്രാപിച്ചു എന്ന് അറിയുവാൻ, അതിൻ്റെ അങ്ങനെ ഡിക്ലെയർ ചെയ്യുവാൻ പോലും പിതാവ് ശ്രമിച്ചു. അത്രയ്ക്ക് അതുപോലെ ദേഷ്യമായിരുന്നു ഈ പെന്തക്കോസ്റ്റൽ സഭയോടും വിശ്വാസികളോടും. എന്തിനു പറയുന്നു, വളരെ അത്ഭുതകരമായി അധികം താമസിക്കാതെ പിതാവിന് UAE പോകാനൊരു ചാൻസ് ഒരുങ്ങി, അബുദാബിയിലേക്ക് പോകാനൊരു ചാൻസ് ഒരുങ്ങി. അങ്ങനെ അബുദാബിയിലേക്ക് പോയ ശേഷം എൻ്റെ ഗ്രാൻഡ് പേരൻസിന് എങ്ങനെ ഒരു ദർശനം ലഭിച്ചുവോ അതേപോലെ എൻ്റെ മാതാവിനും ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി ഒരു ദർശനമുണ്ടായി. ആ ദർശനം ഇങ്ങനെയായിരുന്നു. മമ്മി അവിടെ ബോംബെയിൽ റെയിൽവേയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. നമ്മി കണ്ടത് വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബ്രിഡ്ജുണ്ട്. മമ്മി ആദ്യമായിട്ട് കാണുന്നു വൈറ്റ് ആൻഡ് വൈറ്റ് സാരിയാണ്, ബാഗിന് വരും ബൈബിളാണ്, ഓർണമെൻറ്റ്സ് ഒന്നുമില്ല. ആ ബ്രിഡ്ജിൽ കയറാതെ താഴേക്ക് പോകുന്നു. അവിടെ ഒരു ഗ്രൂപ്പ് നിൽപ്പുണ്ട്. അവിടെ ചെല്ലുന്നു, സ്നാനപ്പെടുന്നു. മമ്മി തിരിച്ച് കയറി വന്നിട്ട് അങ്ങ് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ആ കാഴ്ച കണ്ടതോടുകൂടി മമ്മി ആകെ അസ്വസ്ഥയായി. അസ്വസ്ഥതയായി. ആരോട് പറയണം, എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ഇത് കണ്ടു? അപ്പോഴേക്കും വീണ്ടും എൻ്റെ സൗഖ്യവും ആ അത്ഭുതകരമായ വിടുതലും എന്നെ സമർപ്പിച്ചതും ഒക്കെ മമ്മിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എങ്കിലും അത് കാര്യമാക്കിയില്ല. എന്നാൽ മമ്മിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതായ ഒരു ഫ്രണ്ട് പെന്തക്കോസ്തുകാരിയായിരുന്നു. അവരുമായിട്ട് ഷെയർ ചെയ്തു. അവർ നമുക്ക് പ്രാർത്ഥിക്കാം. തിരിച്ചു വൈകിട്ട് വന്നപ്പോൾ മമ്മിയുടെ 2 ബ്രദേഴ്സ്, മമ്മിയുടെ ഒരു സിസ്റ്റർ, പിന്നെ കസിൻസൊക്കെ ഉണ്ട് അവിടെ. അവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങളിതിന് കൂട്ടു നിൽക്കില്ല. കാരണം എൻ്റെ പിതാവിൻ്റെ ക്യാരക്ടർ അവർക്കറിയാം. അതുപോലെ ദേഷ്യവും കോപിഷ്ഠനും എന്തും ചെയ്യാൻ മടിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ അവർ ഒഴിഞ്ഞു മാറി. അവർക്ക് ആകെ ഭയമായി. മമ്മി എന്ത് ചെയ്തു, നെക്സ്റ്റ് ഡേ വീണ്ടും ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ സിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തു.
അപ്പോൾ അവർ അല്പം ദൂരെയുള്ള ഒരു ചർച്ചിൽ പോകുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ അവർ ഒരു കാര്യം ചെയ്തു, നെക്സ്റ്റ് ഈ വീക്കെൻഡിൽ അവിടെ ഒരു 3 days ഫാസ്റ്റിംഗ് ഉണ്ട്. അതായത് അംബർനാഥ് IPCയിൽ ഉല്ലാസ് നഗറിൽ നിന്ന് ഒരു 30 kilometers ദൂരെയാണ്. ഓക്കെ, അങ്ങനെ ആ ഫാസ്റ്റിംഗ് പ്രേയറിൽ മമ്മി പോയി സംബന്ധിക്കുകയും അവിടെ വെച്ച് ആ തീരുമാനം ഡിക്ലെയർ ചെയ്യുകയും അങ്ങനെ ആ ഒരു ഫാസ്റ്റിംഗ് പ്രേയറിന് ശേഷം അവിടെ വെച്ച് മമ്മി സ്നാനപ്പെടുവാന്നൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ മമ്മി യഥാർത്ഥമായി ആരുടെയും പരപ്രേരണ കൂടാതെ യഥാർത്ഥമായ വെളിപ്പാടും ദർശനവും ലഭിച്ചിട്ടാണ് ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് മമ്മിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഈ ഒരു ക്യാരക്ടർ കാരണം ഒരു ഭയങ്കര ധൈര്യശാലി, ഭയങ്കര ധൈര്യം, ആരെയും കാരണം കർത്താവ് നേരിട്ട് കൊടുത്തതായ ഒരു ദർശനം, മാനുഷികമായ ഒരു പ്രേരണയോ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ അത് കാരണത്താൽ വളരെ പോസിറ്റീവായി ധൈര്യമായി ഈ വചനം, ഇത് ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് ഡയറക്റ്റ് വെളിപ്പെടുത്തിയ കാര്യമായതുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യാത്തൊരു ക്യാരക്ടറായിട്ട് മാറി, വളരെ ധൈര്യശാലിയായി. പിന്നത്തേതിൽ പപ്പായുമായിട്ടൊക്കെ പിണങ്ങി വളരെ ഒരു ഡൈവേഴ്സിൻ്റെ ആ സമയം വന്നപ്പോൾ ഞാനെപ്പോഴും വിളിക്കുന്ന ഒരു പേരായിരുന്നു ഇന്ദിരാഗാന്ധി. അങ്ങനെ ഒരു ധൈര്യശാലിയായി അങ്ങനൊരു ക്യാരക്ടറായിരുന്നു. ഇനി മമ്മി സ്ഥാനപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയോ വേഗത്തിൽ തന്നെ അബുദാബിയിൽ വിവരങ്ങൾ അറിഞ്ഞു. പപ്പ വളരെ ശുഭിതനായി. മമ്മിയെയും ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും സ്നാനപ്പെടുത്തിയ പാസ്റ്ററിനെയും കൊന്ന് കുഴിച്ച് മൂടിയ ശേഷം ഞാൻ ജയിലിൽ പോകും, ഇതായിരുന്നു പപ്പയുടെ ഡിക്ലറേഷൻ. അതുപോലെ അത്രയ്ക്ക് ദേഷ്യമായിരുന്നു ഈ പെന്തക്കോസ്റ്റ്. കുടുംബത്തിൻ്റെ പേര് കളഞ്ഞു, ആ ഡിഗ്നിറ്റി ഇല്ലാതാക്കി, ഇങ്ങനെയുള്ള തരം താണ ആളുകളുടെ കൂടെ പോയി ആരാധിക്കുവാൻ ഞാൻ കിട്ടിയ മിന്ന് അത് പറിച്ചു കളഞ്ഞു. അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റായിട്ട് കണക്കാക്കിയിട്ട് വളരെ ശോഭിച്ച് ഇങ്ങനെ ഒരു ഡിസിഷൻ പപ്പ എടുത്തു. അതായത് ഈ ഡിവോഴ്സിന്റെ വക്കീലെത്തിയെന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്, ഈ ഒറ്റ കാരണത്താലാണ് എന്നൊരു കാരണം. അതെ, ഡൈവോഴ്സ് എന്നുള്ളതല്ല, കൊന്നു കുഴിച്ചു മൂടും. എൻ്റെ ഭാര്യയെ അതുപോലൊരു കുടുംബത്തിലാണ് പപ്പ ആയിരിക്കുന്നത്. മാവേലിക്കര വെട്ടിയാറിൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ 2 പള്ളികളുണ്ട്. ആ 2 പള്ളിയിലെയും മെമ്പേഴ്സ് നമ്മുടെ കുടുംബക്കാരാണ്. ഇത്ര നല്ലൊരു പാരമ്പര്യം ഉള്ള പള്ളിയിലെ വ്യക്തിയായ ഞാൻ എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ക്ഷീണമാണ്. അപ്പം അതുകൊണ്ടാണ് ഡൈവേഴ്സ് അല്ല, എല്ലാവരെയും 5 പേരെയും കൊന്ന് കുഴിച്ചു മൂടിയിട്ട് മാത്രം ഞാൻ ജയിലിൽ പോകും എന്നുള്ള തീരുമാനമാണ് പപ്പ എടുത്തിരുന്നത്. അതിന് പെട്ടെന്ന് നാട്ടിൽ വരാനുള്ള പ്ലാനായിരുന്നു. അത് നടന്നില്ല, ആ കമ്പനി വിട്ടില്ല. 2 വർഷം എടുത്തു പപ്പായ്ക്ക് നാട്ടിൽ വരാൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, പപ്പ മമ്മിയോട് പ്രത്യേകം പറഞ്ഞു, ഒരു ഡിക്ലറേഷനാണ്, പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ പോയിക്കോണം. അങ്ങനെ ഒരു അറിയിപ്പുണ്ടായി. മമ്മി എന്ത് ചെയ്തു, വളരെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരു 5 years ലീവിന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ദൈവകൃപയിൽ 2 വർഷത്തെ ലീവ് സാങ്ഷനായി. അങ്ങനെ നാട്ടിലേക്ക് പോയി. ആക്ച്വലി ഈ ഒരു കാലഘട്ടം ഞങ്ങളെ ഹോസ്റ്റലിലാക്കിയിട്ട് മമ്മിയെ അബുദാബി കൊണ്ടുപോകാൻ സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതും ക്യാൻസലായി. അബുദാബിയിലേക്കും കൊണ്ടുപോകുന്നില്ല, ഒന്നുമില്ല. മക്കളെ ഹോസ്റ്റലിലാക്കിയിട്ട് പേരൻസിൻ്റെ കൂടെ പോയി താമസിക്കണം എന്നുള്ള, അങ്ങനെ അതനുസരിച്ചു. അങ്ങനെ നാട്ടിൽ പോയി. അങ്ങനെ ഞങ്ങളെ ഹോസ്റ്റലിലാക്കി. തിരുവല്ല SDA സ്കൂളിലായിരുന്നു. മലയാളം നമുക്ക് ശരിക്കും അറിയില്ല. ആക്ച്വലി ആ വർഷമാണ് ആദ്യമായിട്ട് മലയാളം പഠിക്കുന്നത്. സ്കൂൾ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 1 വർഷം ഞങ്ങൾ നഷ്ടപ്പെട്ടു. അതേ ക്ലാസ്സിൽ ഇരിക്കേണ്ടതായിട്ട് വന്നു. പപ്പയുടെ ഈ ഒരു തീരുമാനം കാരണത്താൽ അങ്ങനെ ഒക്കെ ഉണ്ടായത്. പക്ഷെ അവിടെ മുതൽ എൻ്റെ ജീവിതത്തിലൊരു ചേഞ്ചായിരുന്നു. കാരണം ബോംബെയിലായിരുന്നപ്പോൾ വളരെ നല്ല അച്ചടക്കത്തോടെ, വളരെ ഡിസിപ്ലിനായി, ഒരു വലിയൊരു ഫാമിലി കൂടെ, പേരൻസും പപ്പായും മമ്മിയും മാത്രമല്ല എല്ലാവരും ഉണ്ടായിരുന്ന അങ്ങനെ ഒരു ലൈഫ്. ഇവിടെ വന്നപ്പോഴേക്കും ടോട്ടലി അങ്ങ് ഐസൊലേറ്റഡായി. ആരുമില്ല. പലപ്പോഴും നാട്ടിൽ ഓണം, ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ മാത്രമേ വീട്ടിൽ പോകുന്നുള്ളൂ. തന്നെയല്ല, ബോംബെയിലെ ആ ഫ്രണ്ട് സർക്കിളെല്ലാം നഷ്ടപ്പെട്ടു.
ടോട്ടലി അങ്ങ് ഐസൊലേറ്റഡ് ആയിപ്പോയി. മാനസികമായിട്ട് ഒത്തിരി അങ്ങ് ഡൗണായി. തന്നെയല്ല കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രായത്തിൽ നമുക്ക് അധികമൊന്നും അറിയില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് നമുക്കറിയാം. ഓക്കെ, പിന്നത്തെ ഇതിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ പിതാവ് നാട്ടിൽ വന്നപ്പോൾ മാക്സിമം ട്രൈ ചെയ്തു. മമ്മി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഡൈവേഴ്സ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, അപ്പോൾ എനിക്ക് സിസ്റ്ററുണ്ട്, എനിക്ക് ഇളയ സിസ്റ്ററും അപ്പോഴേക്കുമുണ്ട്. ഞാൻ കാണുന്ന കാഴ്ച കുടുംബക്കാരെല്ലാവരും ഉണ്ട്, 2 കുടുംബക്കാരും ഉണ്ട്. 2 ദിവസം ആരും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ വന്ന ആ സമയമാണ്. മമ്മി ഇങ്ങനെ ബൈബിൾ എപ്പോഴും കയ്യിലുണ്ട്, എപ്പോഴും വൈറ്റ് സാരിയാണ്. ഇങ്ങനെ വരുന്നു, എന്നെ സിസ്റ്ററിനെയും ചുംബിക്കുന്നു, എന്നെയും ചുംബിക്കുന്നു, കരയുന്നു, അങ്ങ് പോവുകയാണ്. ഞാനും മമ്മിയുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. സാധാരണ ആൺമക്കൾ അമ്മമാരോട് വളരെ ഫ്രീ ആയിട്ട്, പിതാക്കന്മാരെക്കാളും കൂടുതൽ അമ്മമാരോടാണ് സ്നേഹം. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് കണ്ടതോടുകൂടി എനിക്ക് ഉള്ളിൽ തലയൊക്കെ കറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായി. എനിക്കത് സഹിക്കുവാൻ കഴിയുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, മോനെ മമ്മി വിട്ടുപോയി, നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ അതുകൂടെ കേട്ടപ്പോഴത്തേക്കും എന്താണ് ഇതിൻ്റെയൊക്കെ എന്താണ് കാരണം? അപ്പോൾ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ പെന്തക്കോസ്തുകാരാണ് കാരണം. പ്രിയമുള്ളവർ, അന്ന് മുതൽ ഈ പെന്തക്കോസ്റ്റിനോടും എൻ്റെ അന്ന് വരെ പ്രാണതുല്യം സ്നേഹിച്ച എൻ്റെ അമ്മയോടും എനിക്ക് അതുപോലെ വെറുപ്പായി. ഈ പെന്തക്കോസ്തുകാർ കാരണം എൻ്റെ അമ്മ അങ്ങനെ പോയല്ലോ. അന്ന് മുതൽ പിതാവിനോട് വളരെ അറ്റാച്ച്ഡായി. അന്ന് അങ്ങനെ വിട്ടുപോയി. എല്ലാവരും വളരെ ദുഃഖിതരാണ്. എങ്കിലും കുടുംബക്കാരൊക്കെ പിന്നീട് ഇടപെട്ടിട്ട് പറഞ്ഞിങ്ങനെ, കുറച്ച് ദിവസമല്ല ഉള്ളോ, എൻ്റെ പിതാവ് ഉടനെ തിരിച്ച് മടങ്ങിപ്പോകും, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടങ്ങിപ്പോയി ഒന്ന് നിൽക്കുക. അപ്പോൾ പിതാവിൻ്റെ 2 കാര്യം, ഒന്ന് മിന്നു കെട്ടണം, പള്ളിയിൽ വരണം, പഴയതുപോലെ ഉള്ള ലൈഫായിരിക്കണം. പെന്തക്കോസ്റ്റിനോട് എന്നേക്കുമായി ഗുഡ് ബൈ പറയണം. അതൊന്നും മമ്മി എഗ്രി ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു 1-2 ആഴ്ച എടുത്തു. അവരെല്ലാം കൺവിൻസ് ചെയ്തു, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ മമ്മിയെ കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ 1-1.5 മാസമേ ഉള്ളൂ ബാക്കി. അടുത്തത് പപ്പ പറയുന്നത് പള്ളിയിൽ വരണം. അങ്ങനെ നിർബന്ധിച്ച് പള്ളിയിൽ കൊണ്ടുപോയി. പള്ളിയിൽ ചെന്നപ്പോൾ പ്രാർത്ഥിക്കുവാൻ ചാൻസ് കിട്ടിയപ്പോൾ 2ാമത്തെ പ്രാർത്ഥന മമ്മി തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒരു ആരാധനയായിട്ട് മാറി. ആ ആരാധന ഒരു അന്യഭാഷയിലേക്ക് പോയി. ആ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒടുക്കി നടക്കുവാൻ. അവർ പറയുന്നത് ബൈബിളിലില്ലാത്ത കാര്യമാണ്, ഇത് പൈശാചികമാണ്. പപ്പായുടെ ഫേസ് അല്ലെങ്കിൽ തല വീണ്ടും താഴ്ത്തേണ്ടി വന്നു. ആദ്യമേ തന്നെ ഓൾറെഡി വളരെ അപമാനിതനാണ് ഭാര്യ ഇങ്ങനെ പോയ കാരണത്താൽ. ഇതിപ്പോൾ 2ാമത് പള്ളിയിൽ വന്ന് സ്വന്തം ഭാര്യ എൻ്റെ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ടോട്ടലി ഫ്രീസ്ഡായി. ആർക്കും ഒന്നും ഉത്തരം മുട്ടിപ്പോയി. ഒന്നും പറയാനും പറ്റുന്നില്ല, പള്ളിയിൽ നിന്ന് മുടക്കാൻ പറ്റും അതും പറ്റുന്നില്ല. ടോട്ടലി എല്ലാവരും അപ്സെറ്റായി. അന്ന് വീട്ടിൽ കൊണ്ടുവന്ന് മമ്മിയെ റൂമിൽ ലോക്ക് ചെയ്തു. ദിവസങ്ങളോളം ആ ഒരു അനുഭവത്തിലായിരുന്നു പപ്പ തിരിച്ച് പോകുന്നതിനും വരെ. അന്ന് മുതൽ ഞങ്ങളെ പപ്പായുടെ വേറെ ഗാർഡിനെ ഏൽപ്പിച്ചു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തുവാനും ഫുൾ ഫ്രീഡമാണ്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, അതുവരെ മമ്മിയുടെ കൺട്രോളിലായിരുന്നു എല്ലാം വളരെ. എന്നാൽ ഇത് ഞങ്ങൾ ഒരിക്കലും മമ്മിയുടെ കൂടെ പോകാൻ പാടില്ല. അതിനുവേണ്ടി പപ്പ എന്താവശ്യപ്പെട്ടാലും എല്ലാം. ഇനി അവധി പപ്പ മടങ്ങിപ്പോയി. ഞങ്ങൾ അഗൈൻ ബാക്ക് ടു ഹോസ്റ്റൽ. ടോട്ടലി അങ്ങ് ലൈഫ് അങ്ങ് ചേഞ്ചായി. ലൈഫ് ടോട്ടലി അങ്ങ് എന്താ പറയുക, എന്തൊക്കെയോ സംഭവിച്ചു. നഷ്ടം മാനസികമായിട്ട് അങ്ങ് തകർന്നു. മാതാവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല പഴയതുപോലെ. ഇപ്പോൾ മമ്മി അങ്ങ് ഒത്തിരി മാറി. എപ്പോഴും ബൈബിൾ വാക്യങ്ങളും അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളും അങ്ങനെ മാത്രമല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അങ്ങ് ഒത്തിരി അകന്നു. ആ അകൽച്ച ഒത്തിരി അങ്ങ് വളരെ വലിയൊരു ഗ്യാപ്പിലേക്ക് മാറി. എന്നാൽ പപ്പയുമായിട്ട് വളരെ ക്ലോസായി. അന്ന് മുതൽ ആ സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ഫ്രീഡം വല്ലാതെ അങ്ങ് പോയി. ആ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാരക്ടർ മാറി.
ക്യാരക്ടർ ഒത്തിരി മാറി, വളരെ ചേഞ്ചായി. എനിവേ എന്തായാലും ഇങ്ങനെ അവസ്ഥയിലായിരുന്നു പിതാവ്. മമ്മി ഇങ്ങനെ പിതാവ് പോയ ശേഷം വീണ്ടും ഫ്രീഡമൊക്കെ എടുത്ത് ആരാധനയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. 7 വർഷത്തോളം എടുത്തു. അനേക ദൈവദാസന്മാർ, ദാസിദാസന്മാരുടെ ദൂതുകൾ, ആലോചനകൾ, പ്രവചനങ്ങൾ മമ്മി ഇങ്ങനെ എഴുതി അറിയിച്ചുകൊണ്ടിരുന്നു പിതാവിനോട്. അതെല്ലാം അതുപോലെ സംഭവിച്ചു. അതൊന്നും പപ്പ എഗ്രി ചെയ്തില്ല, ഒന്നും പപ്പ സമ്മതിച്ചു കൊടുത്തില്ല, അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അവസാനത്തെ ഒരു ദൂത് ഇങ്ങനെയായിരുന്നു. 2-3 പ്രവാചകന്മാരിൽ കൂടെ ഉണ്ടായിരുന്ന ദൂത്, വലിയൊരു അപകടം സംഭവിക്കുന്നു, പരസഹായത്താലായിരിക്കും കേരളത്തിലേക്കുള്ള വരവ്. അത് ജീവനോടെയാണോ ഡെഡ് ബോഡിയാണോ ആർക്കും അറിയില്ല. ഭയങ്കര ഷോക്കായി. അതും എഴുതി അറിയിച്ചു. അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ശപിച്ച്, നിൻ്റെ കൂട്ടരെ എന്തൊക്കെയോ അബ്യൂസീവ് വേർഡ്സൊക്കെ ആഡ് ചെയ്ത് പപ്പ വലിയൊരു നീണ്ട കത്തെഴുതി. വളരെ മോശമായി പാസ്റ്റർമാരെയും ഉപദേശിമാരെയും ഒക്കെ വളരെ. പ്രിയമുള്ളവരെ, എന്തിനു പറയുന്നു, മാസങ്ങളെടുത്തില്ല, അപ്പോൾ 2nd ഫ്ലോറിൽ നിന്ന് താഴെ വീണ് നട്ടൽ സ്പൈൻ കംപ്ലീറ്റ് അങ്ങ് പോയി. മൂവ് ചെയ്യാൻ പറ്റുന്ന ബെഡ് റിഡനായി. മാസങ്ങളോളം അബുദാബി ഹോസ്പിറ്റലായിരുന്നു. എന്നിട്ടും അതിനൊരു ശമനമില്ലാഞ്ഞ കാരണത്താൽ കമ്പനി ലോങ് ലീവ് എഴുതി കൊടുത്ത് അങ്ങനെ ലോങ് ലീവിൽ നാട്ടിൽ വീൽ ചെയറിലാണ് വന്നത്. വീൽ ചെയറിൽ. ഇതോടുകൂടി പപ്പായുടെ പഴയ സ്റ്റൈലെല്ലാം മാറി, ഒരു കുഞ്ഞാട് പോലെ. പക്ഷെ ആരോടും മിണ്ടുന്നില്ല. കാരണം ഇത്രയും വർഷങ്ങൾ കൊണ്ട് പപ്പ ഇങ്ങനെ അമ്മ എഴുതി അറിയിച്ച കാര്യങ്ങളെല്ലാം നടന്നുവല്ലോ, ഇതെല്ലാം സത്യമായിരുന്നല്ലോ. എങ്കിലും പപ്പയുടെ ആ പാരമ്പര്യ ആ പള്ളി വിടുവാനോ ആ പാരമ്പര്യം വിടുവാനോ ഒന്നും താല്പര്യമില്ലാതിരിക്കുകയായിരുന്നു. എന്നാൽ ഈ അവസരത്തിൽ ഒക്കെ നാട്ടിൽ വന്നു, ആരോടും സംസാരിക്കാതെ മേളിലത്തെ റൂമിൽ തന്നെ ഇങ്ങനെ കഴിയുകയാണ്. സ്തോത്രം. ആ സമയത്താണ് അവിടെ പെന്തക്കോസ്റ്റൽ ചർച്ച് വളരെ ശക്തമായി. ആ ദിവസങ്ങളിൽ ഒരു 7 days കൺവെൻഷൻ നടക്കുന്ന സമയമാണ് അവിടെ നാട്ടിൽ. ഒരു കർത്താവിൻ്റെ ദാസൻ മദ്രാസിൽ നിന്ന് വന്ന ഒരു പണ്ട് മന്ത്രവാദിയായിരുന്നു, ഇപ്പോൾ ദൈവഭാഗത്താണ്, നല്ലൊരു പാസ്റ്ററാണ്, സുശേഷകനാണ്. പിന്നെ ശാലിനി നമ്പ്യാർ, പോൾ ഗോപാലകൃഷ്ണൻ, കാനമച്ചൻ, മേരി കോവൂർ, പി മാസ്റ്റർ, ഇങ്ങനെ വലിയൊരു വളരെ അറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസ, എസ്പെഷ്യലി കാനമച്ചൻ ഓർത്തഡോക്സ് വിഭാഗത്തു നിന്നും മുൻപോട്ട് പെന്തക്കോസ്റ്റിലേക്ക് വന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് റെവറൻഡ് P.I. ഏബ്രഹാം കാനമച്ചൻ. അദ്ദേഹം മുഖം നോക്കാതെ സംസാരിക്കുന്ന വ്യക്തിയാണ്. ഈ കൺവെൻഷൻ, ഈ 1 week കൺവെൻഷൻ പപ്പായ ജീവിതത്തെ വളരെ രൂപാന്തരപ്പെടുത്തി. എല്ലാ വചനങ്ങളും കേട്ടു, വചനങ്ങളെല്ലാം കേട്ട് എല്ലാം നോട്ട് ചെയ്ത് അവസാനം ലാസ്റ്റ് ഡേ അച്ഛനെ വരുത്തി എല്ലാം ക്ലാരിഫൈ ചെയ്ത് പൊട്ടിക്കരയുകയായിരുന്നു. ഇത്രയും വർഷം ഞാൻ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തില്ലോ എന്ന് പറഞ്ഞിട്ട് ഏങ്ങി മുങ്ങി കരയുന്നൊരവസ്ഥ. എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം, മമ്മിയുടെ പേര് ആലീസ് എന്നാണ്. ആലീസിൻ്റെ ജീവിതത്തിൽ ഈ ഒരു തെറ്റല്ലാതെ അവളൊന്നും ചെയ്തിട്ടില്ല. വളരെ അനുസരണത്തോടെ വളരെ നല്ല സാക്ഷ്യമാണ് മമ്മിയെ പറ്റി പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു കാര്യം മാത്രം അനുസരിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ സത്യം എന്താണ്, പെന്തക്കോസ്റ്റൽ സത്യം എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് പപ്പ സമർപ്പിച്ച് ആ ഒരു തീരുമാനം എല്ലാവരിലും ഒരു ചിന്തനയുമായി. കാരണം എങ്ങനെ അങ്ങനെ സമർപ്പിക്കുവാൻ എങ്ങനെ ഇടയായി, ഭയങ്കര ചേഞ്ചായിരുന്നു എൻ്റെ ജീവിതത്തിലും. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല പപ്പ, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പപ്പ ഇങ്ങനെ ഈ പെന്തക്കോസ്റ്റിൻ്റെ പുറകെ പോകരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പപ്പ ഇങ്ങനെ പോയതോടുകൂടി ആ ഒരു തീരുമാനം, ആ ഒരു അനുഭവം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അങ്ങനെ അതിന് താമസിക്കാതെ പപ്പായും ആ രക്ഷാനിർണയം പ്രാപിച്ച് യഥാർത്ഥമായ മാനസാന്തരപ്പെടാൻ. ദൈവവചനം പറയുന്നത് രക്ഷിക്കപ്പെട്ടവരെയാണ് സ്നാനപ്പെടുത്തുവാൻ, രക്ഷിക്കപ്പെട്ടവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അവൻ യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുവാൻ പറ്റുകയുള്ളൂ, അവനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഉള്ളവരുടെ ഉള്ള അടുത്ത സ്റ്റെപ്പാണ് സ്നാനം. അങ്ങനെ പപ്പ പടിപടിയായി ആ കാര്യങ്ങൾ ചെയ്ത്
പിന്നത്തേതിൽ അഭിഷേകമൊക്കെ പ്രാപിച്ച് കർത്താവിന് വേണ്ടി വളരെ ശക്തമായി നിൽക്കുന്നത് കാണുവാൻ എനിക്ക് ഇടയായി തീർന്നു. പപ്പായുടെ ഈ ചേഞ്ചാണ്, എനിക്കൊരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. എന്നാൽ പള്ളി മാറി. പണ്ട് പൊയ്ക്കൊണ്ടിരുന്ന പള്ളിയിൽ നിന്നും വളരെ വിഷമത്തോട് വളരെ പ്രയാസത്തോടാണ് അവിടുന്ന് ഇങ്ങോട്ട് പെന്തക്കോസ്റ്റിലേക്ക് പോകാൻ ഇടയായി തീർന്നത്. അത് പപ്പായുടെ ചേഞ്ച് ഒത്തിരി എന്നെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്തു. എങ്കിലും കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഉള്ള ഹോസ്റ്റൽ ലൈഫിൽ എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങളുണ്ടായി, ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി. വളരെ നല്ലൊരു മാറ്റമല്ല ആയിരുന്നില്ല, വളരെ തെറ്റായ മാറ്റങ്ങൾ. അപ്പം തിരുവല്ലയിൽ അവിടെ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ അവർ ഞങ്ങളെ ഫെയിലാക്കി, കാരണം മലയാളം അറിയുന്നില്ല എന്നും പറഞ്ഞിട്ട്. അതോടുകൂടി ഞാൻ അപ്പം അറിയിച്ച് എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഞങ്ങളെ കറ്റാണം പോപ്പേസ് ഒരു കാത്തലിക് സ്കൂളിലാക്കി. അവിടെ അവിടെയും ബോർഡിംഗ് ആയിരുന്നു. അവിടെ ചെന്നപ്പോഴും ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അതായത് കുട്ടികളോട് പെരുമാറുവാൻ പറ്റാത്ത രീതിയിലുള്ളതായ മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലൊക്കെ അവിടെ ഉണ്ടായപ്പോൾ അതിനെല്ലാം ശക്തമായി എതിർക്കുവാൻ തക്കൊണ്ട് എനിക്കിടയായി തീർന്നു. വളരെ എൻ്റെ ക്യാരക്ടർ ഞാൻ അതിൽ മാറിപ്പോയി. ഇങ്ങനൊരു ഫ്രീഡം കിട്ടി, ഭവനത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എന്തായാലും നാട്ടിലോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. നാട്ടിൽ പോകാൻ താല്പര്യമേ ഇല്ലായിരുന്നു. വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ ജീവിക്കാനുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ സ്കൂൾ മാറി, ബോർഡിങ് മാറി. ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് അവിടെ മാനേജ്മെൻറ്റ് ചെയ്യുന്നതായ അനേകമായ കാര്യങ്ങൾ പുറത്ത് പറയുവാൻ കൊണ്ട് പറ്റുന്നതായിരുന്നില്ല. അതെല്ലാം ശക്തമായി ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അതിനെല്ലാം എതിർത്തു. അത് കാരണത്താൽ ബോർഡിങ്ങിൽ നിന്ന് തന്നെ പുറത്താക്കി. അങ്ങനെ ഞാൻ ബോർഡിങ്ങിന് അടുത്തുള്ളതായ ഒരു ഭവനത്തിൽ ഒരു പെയ്ഡ് ഗസ്റ്റായിട്ട് താമസിക്കുവാൻ. അത് എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു എനിക്ക് മാറിയേ പറ്റുള്ളൂ. ആക്ച്വലി മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് താമസിച്ചിട്ട് ഈ ബോർഡിങ്ങിനെതിരെ പ്രവർത്തിക്കുക, പുറത്ത് താമസിച്ചിട്ട് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ ഓപ്പണാക്കി പബ്ലിസിറ്റി കൊടുത്ത് അവർക്കെതിരെ പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു മൈൻഡായിപ്പോയി. എൻ്റെ പേര് ഫാൻഡം എന്ന് വീണു. എൻ്റെ നിക്ക് നെയിം ഫാൻഡം എന്നായി. പ്രിയമുള്ളവരെ, അവിടെ ഈ പുറത്തുള്ള പെയ്ഡ് ഗസ്റ്റായിട്ട് താമസിച്ച് ആ പ്രായത്തിൽ 7th സ്റ്റാൻഡേർഡിൽ, നിങ്ങൾ ഓർക്കണം 7th സ്റ്റാൻഡേർഡിൽ ഇഷ്ടംപോലെ പണം കയ്യിൽ, പിതാവിൻ്റെ നല്ല ഫ്രീഡം. എനിക്ക് വീട്ടിലോട്ട് പോകാൻ താല്പര്യമേ ഇല്ലായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സായി, ജീവിതം അങ്ങ് മാറി, ലൈഫ് ടോട്ടലി അങ്ങ് മാറി, വേറെ ലൈഫിലേക്ക് കടന്നുപോയി. എൻ്റെ ജീവിതത്തിൽ മാനസികമായിട്ട് ഒത്തിരി ദുഃഖമുണ്ട്, വിഷമമുണ്ട്. കാരണം ബോംബെയിലെ ആ സെറ്റപ്പിൽ വളരെ സന്തോഷമായി ജീവിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ഈ പെന്തക്കോസ്തുകാർ കാരണം, മമ്മിയുടെ തീരുമാനം കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയിരുന്നുള്ള ദുഃഖം ഉള്ളിലുണ്ട്. എന്നാൽ അത് മാറിയെങ്കിലും ഇവിടെ ഇപ്പുറത്ത് നല്ല ഫ്രീഡമുണ്ട്, എല്ലാം അവൈലബിളാണ്, വളരെ നല്ലൊരു ലൈഫ്, പണവുമുണ്ട്. ക്യാരക്ടർ മാറി. വല്ലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ അവിടെ പള്ളിയിൽ ജസ്റ്റ് പേര് ഏൽപ്പിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ പന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠനത്തിലുള്ളതായ ശ്രദ്ധ ഒത്തിരി കുറഞ്ഞു. ബോംബെയിലായിരുന്ന സമയത്ത് 1st or 2nd ആയിരുന്നു ക്ലാസ്സിൽ. ഇപ്പോൾ ഇവിടെ വന്ന് ഇത്രയും ഫ്രീഡമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പഠനത്തിലുള്ളതായ ശ്രദ്ധയിൽ ഒത്തിരി കുറഞ്ഞു. വേറൊരു ചിന്താഗതിയായി. സ്കൂൾ കത്തിക്കുക ഒന്നും എൻ്റെ പ്രശ്നമല്ല എങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഞാൻ ഇൻവോൾവായി അതിനെതിരെ ആ വാശിയോട്, ആ വൈരാഗ്യത്തോട് സ്കൂളിനെതിരെ നിൽക്കുക, ഹെഡ് മാസ്റ്ററിനെ അവരോട് ഫൈറ്റ് ചെയ്യുക, ബോർഡിങ്ങിലെ മാനേജ്മെൻറ്റിനോട് ഫൈറ്റ് ചെയ്യുക, വേറൊരു ടൈപ്പ് ഓഫ് ലൈഫായിട്ട് മാറി. ഞാൻ പ്രതീക്ഷിച്ചതല്ല അങ്ങനൊന്നും. പ്രിയമുള്ളവർ, അങ്ങനെ കോളേജ് ലൈഫ് കഴിഞ്ഞു, സ്കൂൾ ലൈഫ് കഴിഞ്ഞു. എൻ്റെ അങ്കിൾ ബോംബെയിൽ 2 കോളേജിലെ പ്രൊഫസറായിരുന്നു, 2 കോളേജിലെ. അപ്പോൾ അവിടെ കോളേജിലേക്ക് 2 കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടു. പക്ഷേ ഞാൻ 2 റിഫ്യൂസ് ചെയ്യാൻ കാരണം ഇവിടെ അതുപോലെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ലൊരു സെറ്റപ്പ്, നല്ല ഫ്രണ്ട്സ്, എന്നെ സംബന്ധിച്ച് നല്ല ഫ്രണ്ട്സ്. ആക്ച്വലി അതൊരു ബാഡ് ഫ്രണ്ട്ഷിപ്പായിരുന്നു. അത് 2 അഡ്മിഷനും റിഫ്യൂസ് ചെയ്തിട്ട് ഇവിടെ കേരളത്തിൽ ബിഷപ്പ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് അവിടെ ചെന്നപ്പോഴും അവിടെ അതിൻ്റെ ബാക്കിയായി
എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ തൊക്കെ കഴിയുന്നില്ല. അവിടെയും അതേ പേര് വീണു, ഫാൻഡം എന്നുള്ള പേര്. എല്ലാ കാര്യത്തിലും ഫ്രണ്ടിലാണ്. ലൈഫ് ടോട്ടലി അങ്ങ് സ്പോയിലായിപ്പോയി. വളരെ ദുഃഖമുണ്ട്. എങ്കിലും പിന്നത്തേതിൽ കർത്താവ് ഈ അനുഭവത്തിൽ കൊണ്ടുവന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ നല്ല ലൈഫ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. മാതാവിൻ്റെയും പിതാവിൻ്റെയും ആ പാത പിന്തുടരുവാൻ കഴിയാതെ നാട്ടിൽ വരുമ്പോൾ മാത്രം ഈ പള്ളിയിൽ പോകുന്നു പേരിന് വേണ്ടി. എന്നാൽ യഥാർത്ഥമായ ലൈഫ് മാതാപിതാക്കളെ അനുസരിക്കാതെ ഉള്ളൊരു ലൈഫായിരുന്നു. വളരെ വഷളത്വം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഒരു വൈൽഡ് ക്യാരക്ടറായിട്ട് മാറി, റിബിലിയനായിട്ട് മാറി. പലപ്പോഴും ഭവനത്തിൽ വരുമ്പോൾ തന്നെയും എന്തെങ്കിലും മാതാവ് പറഞ്ഞാൽ അതൊന്നും അനുസരിക്കുകയില്ല. വളരെ ദേഷ്യവും വളരെ അനുസരണക്കേട്, അങ്ങനെ ഒരു 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 കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് മാറുക എന്നൊക്കെ ഇടയായിത്തീർന്നു. ഈ ഫ്രീഡം അത് പിശാച് എന്നെ ചെറുപ്പത്തിലെ ഒരു പോളിയോ വന്ന് ആ രോഗത്താൽ എന്നെ ഒരു റൂമിൽ തളച്ചിടുന്നൊക്കെ കൊണ്ട് ശ്രമിച്ചിരുന്നു. നടന്നില്ല. കർത്താവിന് അത്ഭുതമായി വിടുവിച്ചു. എന്നാൽ ആ വിടുതലൊന്നും മനസ്സിലാക്കാതെ ഉള്ളൊരു ലൈഫായിരുന്നു. വീണ്ടും ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ലൈഫ് നയിച്ച് ഈ ലോകപ്രകാരം ഒത്തിരി ഫൈറ്റിങ്ങിൽ ഇടപെട്ടു. പല ലോക്കൽസുമായിട്ടും ഫൈറ്റിംഗ് ഉണ്ടായി. അവിടെയൊക്കെയും ജീവൻ നഷ്ടപ്പെടാമായിരുന്നു. അപ്പോൾ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് വീണ്ടും ബോംബെയിലേക്ക് എൻ്റെ അങ്കിൾ ക്ഷണിച്ചു ഹയർ സ്റ്റഡീസിന്. പോയില്ല. അതിന് പകരം ഞാൻ കോയമ്പത്തൂരിലേക്ക് കടന്നുപോയി. നെഹ്റു കോളേജ് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അപ്ലൈഡ് സയൻസിൽ അവിടെ മെക്കാനിക്കൽ ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയില്ലേ. അവിടെ അതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ ആരുമില്ല. ആരും അറിയാനോ നോക്കുവാനോ അന്വേഷിക്കുവാനോ ഇല്ലാത്തൊരു ലൈഫായിരുന്നു അവിടെയും വളരെ പറയുവാൻ പറ്റാത്ത രീതിയിൽ, എസ്പെഷ്യലി മാനേജ്മെൻറ്റാ കൂടുതലും വഴക്ക്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര റാഗിങ്. പ്രിയമുള്ളവരെ, വളരെ വർഷങ്ങളായി ഈ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നതായ സീനിയേഴ്സുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസൊന്നുമല്ല, അവർ പുറത്ത് താമസിച്ച് അനാവശ്യമായ അനേക കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവരുമായിട്ടാണ് ഫൈറ്റിങ്. അവിടെ ജിംനേഷ്യം ഉണ്ട്. ആ ജിംനേഷ്യത്തിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. അവിടെയും കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. എന്നിട്ട് പറയുന്നു, അവിടുത്തെ ആ സീനിയേഴ്സായ ഈ റാഗിങ്ങിൻ്റെ മാസ്റ്റേഴ്സായ വർഷങ്ങളായി വലസിക്കൊണ്ടുവന്ന് അവരെയായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെല്ലാം അവിടെ നിന്ന് തുരത്തി, അവിടുന്ന് അവരെല്ലാം ഓടിപ്പോകുന്നതിനിടയായി തീർന്നു. അത്രത്തോളം ഒരു വല്ലാത്ത ലൈഫിലേക്ക് മാറുവാന്നൊക്കെ ഇടയായിത്തീർന്നു. നെഹ്റു കോളേജ് 2 ദിവസം അടച്ചിട്ടു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടെ അവിടെ പോയതാണ്. ചെറുപ്രായത്തിൽ കർത്താവദാസന്മാർ പറഞ്ഞിരുന്നു, ഇവനെ എൻജിനീയറിങ്ങിനോ ഒന്നും വിടേണ്ടവനല്ല, ഇവനെ ദൈവഭാഗത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. അത് പൂർത്തീകരിക്കുന്നതിന് സാധിച്ചില്ല. പിന്നത്തേത് എനിക്കവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകേണ്ട അവസ്ഥ വന്നു. സ്തോത്രം. ഞാൻ ആലോചിക്കുമായിരുന്നു മോശയുടെ ആ അനുഭവം. കർത്താവ് വിളിച്ചത്, ദൈവം വിളിച്ചത് ഉദ്ദേശം എന്തായിരുന്നു? അവിടുന്ന് നിയമം കയ്യിലെടുത്തു. സ്തോത്രം. ആ മിസ്രൈമിനെ ഒറ്റയടിക്ക് കൊല്ലുവാൻ തക്കോണം. സ്തോത്രം. അവിടെ നെഹ്റു കോളേജിൽ ആയിരുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ നിന്നതായ അവരെല്ലാം ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡേഴ്സ് ആയിരുന്നു. അവരാണ് അവിടുന്ന് ഓടിപ്പോയത്. പക്ഷെ പിന്നത്തേതിൽ അവർ ശക്തമായി ഒരു ഗ്യാങ്ങായിട്ട് വന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥയായി. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ വിളി വീണിട്ടുണ്ടെങ്കിൽ, എവിടെ പോയി ഒളിച്ചാലും, എവിടെയായി സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും അവിടെയും ദൈവിക സ്പർശനം, ദൈവികമായ കരം പുറകെ വന്ന് അതെൻ്റെ ജീവിതത്തിൽ പിന്നത്തെ അനുഭവമാക്കുന്നൊക്കെ ഇടയായി തീർന്നു. അന്ന് അത്രയും മനസ്സിലായിരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴേക്കും ബഹ്റിനിലേക്ക് വരുന്നപ്പോഴും കർത്താവ് വഴിയൊരുക്കി. കാരണം ആക്ച്വലി എൻ്റെ 20 വയസ്സിനുള്ളിൽ എൻ്റെ ഒരു ബൈബിൾ കോളേജിൽ പോകേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല. അത് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. അതിന് പകരം ഞാൻ 24ാമത്തെ വയസ്സിൽ ഞാൻ ബഹ്റിനിൽ വരാൻ തുടങ്ങിയായി കഴിഞ്ഞു. കഴിഞ്ഞ 36 വർഷമായി ബഹ്റിനിലായിരിക്കുന്നു. ബഹ്റിനിൽ കടന്നു വന്നു. ഇവിടുന്ന് മറ്റു പല സ്റ്റേറ്റിലേക്കൊക്കെ പോയി
വിസിറ്റിങ്ങിനായിട്ട് പോയി. എനിക്ക് ബഹ്റിൻ ഇഷ്ടമായിരുന്നു, തിരിച്ച് ബഹ്റിനിൽ തന്നെ വന്നു. ആ സമയത്ത് പിതാവിനോട് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിനോട് ചേർന്ന് ഞാൻ കുറച്ച് നാളേ ആയിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ എൻ്റേതായ ബിസിനസ്സിലേക്ക് ഇടപെട്ടു. അങ്ങനെ ബിസിനസ് ചെയ്ത് ലക്ഷങ്ങൾ കോടികളൊക്കെ ഉണ്ടാക്കി, വിവാഹിതനായി, 3 കുഞ്ഞുങ്ങളുണ്ടായി. ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ബിസിനസ്സിനൊരു ഡീവിയേഷൻ ഉണ്ടായി. അതായത് നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ബിസിനസ്സിൽ വളരെ അഗ്രഗണ്യനായി അറിയപ്പെടുന്ന ബിസിനസ്സിൽ ഇങ്ങനെ ഏർപ്പെട്ടിരുന്ന സമയത്ത് നോക്കിക്കൊണ്ട് അത് പിശാചിൻ്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ, ഒരു വിളിയുള്ളവൻ്റെ മേൽ പിശാചിനും അതുപോലെ നോട്ടമുണ്ട്. അവർ നമ്മളതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. യഥാർത്ഥമായ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വ്യക്തിപരമായ ഒരു കർത്താവുമായിട്ടുള്ള ബന്ധമില്ലായിരുന്നു. മെയിൻ കാരണം പപ്പായുടെ രൂപാന്തരം. അതാണ് ഞാൻ പെന്തക്കോസ്ത് വരാൻ കാരണമായി തീർന്നത്. പിന്നീട് എൻ്റെ മമ്മിയുടെ ഇളയ സഹോദരൻ റവറൻഡ് മാത്യു ടി മായാലിൽ, അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ വളരെ മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഓർക്കാറുണ്ട്, അനേകരെ ബോംബെയിൽ കൊണ്ടുവന്ന് ജോലി മേടിച്ച് കൊടുക്കുക, അവരെ സഭയിലേക്ക് കൊണ്ടുവരിക. എൻ്റെ അങ്കിളിനും അവിടെ 2 ചർച്ച ഉണ്ടായിരുന്നു. വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. അതിനുശേഷം ബഹ്റിനിൽ കടന്നു വന്നു, ഇവിടെ ഒരു ചർച്ച് ഫോം ചെയ്തു. കഴിഞ്ഞ ഫ്യൂച്ചറിലേക്ക് കടന്നു പോയി, അവിടെ ഒരു ചർച്ച് ഫോം ചെയ്തു. വളരെ ആക്റ്റീവായിട്ട് ഈ അങ്കിളിൻ്റെ ഈ ഒരു പ്രവർത്തനം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അപ്പോൾ ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് എന്തോ ദർ ഇസ് സംതിങ്. കാരണം ഇങ്ങനെയുള്ള എൻ്റെ പപ്പയുടെ ചേഞ്ച്, എൻ്റെ അങ്കിളുടെ പ്രവർത്തനങ്ങൾ. പക്ഷെ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കടന്നു പോകുമ്പോൾ ഞാൻ കാണുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒരു ചപ്പലും ഒക്കെ ഇട്ട് ഡെയിലി ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉപദേശിച്ച് കയറി ഇറങ്ങുകയാണ്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. എസ്പെഷ്യലി അവൻ പ്രവചനം പദങ്ങളൊക്കെ ഉള്ളതായ കർത്താദാസന്മാർ. എനിക്കതൊരു അരോചകമായിട്ട് തോന്നി. കാരണം ഞങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല. ഇങ്ങനെ ഈ പെന്തക്കോസ്തിൻ്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ അപ്പോൾ അവരെ ഞാൻ ഒത്തിരി നിന്ദിച്ചിരുന്നു. പ്രൈസ് ലോർഡ്, സ്തോത്രം. എങ്കിലും പ്രിയമുള്ളവരെ, ഞാൻ ഈ ദൈവഭാഗത്ത് വന്ന് കർത്താവിനെ സേവിക്കുവാൻ പോകുന്നതിന് പകരം എൻ്റെ ഇളയ സിസ്റ്റർ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ 4 സിബ്ലിങ്സാണ്. ഞങ്ങൾ 4 പേരിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ ആ സിസ്റ്ററാണ്. അവർ ഇന്ന് വിശാഖപട്ടണത്താണ്. വളരെ സന്തോഷമായി, ആത്മീയമായും ഭൗതികമായും ആയിരിക്കുന്ന അവസ്ഥ. എന്നെ കർത്താവ് കണ്ടിരുന്നു, പോയില്ല. അതിന് പകരം എൻ്റെ സിസ്റ്റർ പോയി. പിന്നത്തേതിൽ ഞാൻ പറഞ്ഞതുപോലെ ബഹ്റിൻ വന്ന നല്ല ബിസിനസ്സുകളായിരുന്നു. എന്നാൽ അതൊക്കെയും വിട്ടിട്ട് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ടൂറിസം ബിസിനസ്സിലേക്ക് പോകാൻ തക്കനിടയായി തീർന്നു. അതായത് ആദ്യം ഞാൻ ഫാമിലി ബിസിനസ്സിലേക്കാണ് പോയത്. ഫാമിലി ബിൽഡിങ്സായിട്ട് ആ ബിൽഡിങ്സ് ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി. ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ളതായ എല്ലാ ആരബ്സിനെയും കേറ്റർ ചെയ്യാൻ തൊക്കെയുള്ള ആവശ്യമായ ബിൽഡിങ്സ്. സ്തോത്രം. അത് ഒരു ദൈവപൈതൽ ഒരിക്കലും പോകാൻ തക്കോണം പാടില്ല. അങ്ങനെ ഒരു ബിൽഡിങ്, അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് പോകാൻ പാടില്ല. പിശാച് എന്നെ അതിലേക്ക് നയിച്ചു. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ചിന്തിപ്പിച്ച 2 കാര്യം. ഒന്ന്, എൻ്റെ പിതാവിൻ്റെ ഈ മാനസാന്തരം, എൻ്റെ അങ്കിളിൻ്റെ ഈ പ്രവർത്തനം. എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ച സമയത്ത് ഞാനാണ് എൻ്റെ അങ്കിളിനെ വിളിച്ച് പറയുന്നത് ഫിജറിലോട്ട്, അച്ഛാ വിരമിച്ച് കടന്നുപോയി, മരിച്ചു. അങ്ങനെ അങ്കിൾ കുടുംബമായിട്ട് നാട്ടിൽ പോകുന്നതൊക്കെ തീർന്നു. പ്രിയമുള്ളവർ, അമ്മച്ചിയുടെ ഫ്യൂണറൽ എല്ലാം കഴിഞ്ഞ് വിതിൻ ഫ്യൂ ഡേയ്സ് ഇത്ര ശക്തമായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായ എൻ്റെ ആ അങ്കിൾ, ഞാൻ അല്പം കടത്തി എന്നെ പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ ഈ അങ്കിളിനെ ആയിരുന്നു. അതുപോലുള്ള ലൈഫായിരുന്നു. അങ്കിള് മാതാവിൻ്റെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഫ്യൂണറിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് അങ്കിളും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നൊരവസ്ഥയുണ്ടായി. എൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖം എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ. എന്നാൽ അങ്കിളിൻ്റെ ഈ മരണം എനിക്കൊരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. സത്യം പറഞ്ഞാൽ
ടോട്ടലി ഞാൻ എഗനിസ്റ്റായി. പെന്തക്കോസ്റ്റിൽ നിന്ന് മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിയോട് നിന്ന് മാത്രമല്ല, ഞാൻ ദൈവത്തെ പരസ്യമായി വെല്ലുവിളിച്ച അനേക സന്ദർഭങ്ങൾ ബഹറിൽ വെച്ചുണ്ടായിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തെ വെല്ലുവിളിക്കുന്ന അവസ്ഥ. അതിന് മെയിൻ ഒരു കാരണം ഈ ഒരു അനുഭവമാണ്. ഇവരെല്ലാവരും ഇങ്ങനെ ഇത് സത്യമാണെന്ന് പറയുന്നു, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ എത്ര ശക്തമായി അനേകരെ നേടുന്ന, അനേകരെ സഹായിക്കുന്ന ഒരു വ്യക്തി സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാതെ, സ്വന്തം കുടുംബത്തെയോ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും നോക്കാതെ പെന്തക്കോസ്റ്റിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ ഒരു മരണം എന്തുകൊണ്ട് ഈ പ്രായത്തിൽ സംഭവിക്കുന്നു? ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ വളരെ, എനിക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മറ്റനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും, എൻ്റെ പിതാവിൻ്റെ ഈ മാനസാന്തരം ഇല്ലെങ്കിലും, എൻ്റെ അങ്കിളിൻ്റെ ഈ വേ ഓഫ് ലൈഫ്, ഈ സ്റ്റൈൽ ഓഫ് ലിവിങ്, ഇത് മാത്രം മതി എനിക്ക് ഈ വിശ്വാസത്തിൽ, പെന്തക്കോസ്തൽ വിശ്വാസം നിൽക്കുവാൻ. പക്ഷെ ആ അങ്കിളിൻ്റെ മരണം എന്നെ 1000 ചോദ്യങ്ങൾ ചോദിക്കാൻ ഇടയാക്കി തീർത്തു. 1000 ചോദ്യങ്ങൾ. ടോട്ടലി ഞാനങ്ങ് ഉള്ളിൽ, ഇവിടെ പെന്തക്കോസ്റ്റ് ചർച്ചസിൽ പോകുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ അതൊരു വലിയൊരു വൂണ്ടായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നു. ഭയങ്കര വലിയൊരു വൂണ്ടായിട്ട്, ഒരിക്കലും മാറുവാൻ പറ്റാത്ത രീതി. ഞാൻ ക്രമേണ ഉള്ളിൽ ഞാനിങ്ങനെ വിട്ടുമാറിക്കൊണ്ടേ ഇരിക്കുക. പിന്മാറ്റം എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ടല്ല ഉണ്ടാകുന്നത്. അനേക വിഷയങ്ങൾ, പല സംഭവങ്ങൾ, 1, 2 പല സംഭവങ്ങളും കൊണ്ട് ഗ്രാജുവലിയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ബിസിനസ്സിൽ കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങ് പോയി. സത്യം പറഞ്ഞാൽ ക്രമേണ 22 ബിൽഡിങ്സ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് ടൂറിസം ലൈനിൽ. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ 2 സ്റ്റാർ ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്തു, സ്റ്റാർ ഹോട്ടൽസ്. അപ്പോഴൊന്നും എൻ്റെ ജീവിതത്തിൽ ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നിരുന്നില്ല. പിന്നെ ചില വാശിയും വൈരാഗ്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിലെ അങ്ങനെ ഒരു ഫാൻഡം എന്നുള്ള പേര് അതിന് കിട്ടാനും കാരണങ്ങളുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്കിളുടെ മരണം, ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഐ റിയലി എക്സ്പ്ലോർഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അത് വലിയ നാശത്തിലേക്ക് ചെന്നപ്പെട്ടു. സ്തോത്രം. എൻ്റെ ലൈഫ് ടോട്ടലി മാറി. ടോട്ടലി ഞാൻ ഔട്ട് ഓഫ് കൺട്രോളായി. ആരാധനയ്ക്കൊന്നും പോകാതായി, മീറ്റിങ്സൊന്നും പോകാതായി, ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു വലിയൊരു തകർച്ചയിലേക്ക് എന്നെ നയിക്കുകയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ബഹ്റിൻ്റെ നിയമം ആദ്യമായിട്ട് നിയമം മാറുകയാണ്. അതായത് 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ ഹോട്ടൽസ് എല്ലാം ക്ലോസ് ഡൗൺ ചെയ്തു. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ബിൽഡിങ്സിൽ ടൂറിസം ലൈസൻസ് ഇല്ലാത്തതായ എല്ലാ ബിൽഡിങ്സും അവർ ക്ലോസ് ഡൗൺ ചെയ്യുവാൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, വേഗത്തിൽ ഞാൻ പറയട്ടെ, ഏകദേശം 65 കോടി രൂപ നഷ്ടമായി. 2009 April 17 മിഡ് നൈറ്റ് സൂയിസൈഡിൻ്റെ ഒരു വക്കിൽ ഞാൻ എത്തിയ ദിവസമായിരുന്നു. എൻ്റെ ഡെയിലി ടേൺ ഓവർ 10,000 ദിനാറായിരുന്നു ഡെയിലി ടേൺ ഓവറായിരുന്നു ഈ ഇത്രയും ബിൽഡിംഗ്. എനിക്ക് ഈ ലൈഫിൽ പോകേണ്ട കാര്യമില്ല. എനിക്ക് അല്ലാതെ തന്നെ 5 കമ്പനികളുണ്ട്, നല്ല ബിസിനസ് നടന്നു പോവുകയായിരുന്നു. ഇങ്ങനെ പോകേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തു. പിശാചാണ് എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ നോക്കുമ്പോൾ പെന്തക്കോസ്തൽ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ആശീർവാദം പറഞ്ഞു വരുന്നുണ്ട്, ടൈമിന് പോകുന്നു, ടൈമിന് വരുന്നു. അതുകൊണ്ടൊന്നും ഒരു വ്യക്തി ആത്മീകനാണെന്ന് പറയുന്നത് കൊണ്ട് സാധിക്കുകയില്ല. നമ്മുടെ ജഡം അവിടെ ഉണ്ട്. ആ ഒരു 3 hours അല്ലെങ്കിൽ നമ്മളവിടെ ഇരിക്കുന്നു, പോകുന്നു, കൈയടിക്കുന്നു, പാടുന്നു. പക്ഷെ യഥാർത്ഥമായ കർത്താവുമായിട്ടുള്ള ബന്ധം, വ്യക്തിപരമായ ബന്ധം ഇല്ലായിരുന്നു, ജീവിതത്തിൽ ഇല്ലായിരുന്നു. ആ ദൈവ സാന്നിധ്യം, ആ അനുഭവം ശരിക്കും പേഴ്സണൽ ലൈഫിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, എല്ലാം ക്ലോസ് ഡൗൺ ആയി. 3.5 മില്യൺ ദിനാറാണ് പോയത്. 65 കോടി രൂപയോളം നഷ്ടമായി. ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ ചെക്സ് ഇഷ്യൂ ചെയ്യാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ചെക്സ് മടങ്ങിക്കൊണ്ടേയിരുന്നു.
ഞാൻ എടുക്കുന്ന പ്രോപ്പർട്ടീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ലോങ് ടേം 10 ഇയേഴ്സാണ്. 5 ഇയേഴ്സ് റിന്യൂവബിൾ ആണ്. 5 ഇയേഴ്സ് എടുത്തെങ്കിൽ മാത്രമേ ഈ ഓണേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ വരികയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ വർഷവും റെൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യുന്നത്, 5 ഇയേഴ്സ് ഫിക്സ്ഡ് അഗ്രിമെൻ്റ് ആണ്. ഡൗൺ പേയ്മെൻറ്റ്, അഡ്വാൻസ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം ഫർണിഷ് ചെയ്ത്. പക്ഷേ തെറ്റായ ബിസിനസ്സായിരുന്നു. അറബികളെ കേട്ടി, അത് അറബ് നാഷണൽസിന് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ബിസിനസ്സിലേക്ക് ഞാൻ പോകേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു എന്നുള്ളത് എന്നെ ഉപദേശിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനൊക്കെ ഇടയായി തീർന്നില്ല. പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് അനേകരെ നരകത്തിലേക്ക് നയിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഉടമയായി തീരുവാനിടയായി തീർന്നു. കർത്താവ് ഇങ്ങനെ ക്ഷമയോടെ കാത്തിരുന്നു. അവസാനം ഇങ്ങനൊരു നിയമം, ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇങ്ങനൊരു നിയമം ബഹ്റൈനിൽ ആദ്യമായിട്ടാണ്. എല്ലാവരും ഷോക്ക്ഡാണ്. മോർ ദാൻ 2 ഡസൻസ് ഓഫ് ഹോട്ടൽസ് ക്ലോസ് ഡൗൺ ആയി. എൻ്റെ 2 ഹോട്ടലും ക്ലോസ് ഡൗൺ ആയി. ഈ ബിൽഡിങ്സ് എല്ലാം തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ടൂറിസം ലൈസൻസ് ഇല്ലാത്ത ബിൽഡിങ്സ് ആയിരുന്നു പലതും, മെജോറിറ്റി. എൻ്റെ ഇൻകം എല്ലാം മൈനസായി, 0 ആയി. ചെക്സ് മടങ്ങി തുടങ്ങി. 6-8 മാസം ഞാൻ പിടിച്ചു നിന്നു. ഏറ്റവും അവസാനം പിടിച്ചിരിക്കുമെന്നൊക്കെ കഴിയാതെയായി. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ ഭാരമായിട്ട് വന്ന് എന്നെ പഴയ ആ തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ കർത്താവ് എന്താണ് അതിനെപ്പറ്റി ആഗ്രഹിച്ചിരുന്നത്, ആ അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തക്കോണം. പക്ഷെ അതൊരു വേദനാജനകമായ പ്രോസസ്സായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, അവസാനം ഞാൻ പിടിക്കപ്പെട്ടു. അതിന് ഉള്ളിലായി. 8.5 മാസം ലോക്കപ്പിലായി. 38ഓളം വർഷത്തിൻ്റെ ശിക്ഷ ലഭിച്ചു. ചെക്സ് മടങ്ങിയ കാരണത്താൽ അകത്ത് കിടന്ന് അയ്യം വിളിച്ചു. ഭ്രാന്തനെ പോലായി. വീണ്ടും പഴയ ആ സ്വഭാവം വീണ്ടും, ഫാൻഡം എന്നുള്ള ആ ഒരു ക്യാരക്ടർ എൻ്റെ ഉള്ളിൽ വീണ്ടും പുറത്തു വന്നു. ജഡ്ജസുമാരുമായിട്ടും ഓഫീസേഴ്സുമാരുമായിട്ടും എല്ലാവരുമായിട്ടും ഫൈറ്റിംഗ് ആയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്നുള്ളത്. വളരെ ലാവിഷായിട്ടുള്ള ലൈഫായിരുന്നു. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകും ചിന്തിച്ചിരുന്നേ ഇല്ല. സ്വപ്നത്തിൽ പോലും ഓർത്തിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ഒരു കരമായിരുന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലാക്കുന്നതൊക്കെ ഇടയായി തീർന്നു. 3 പ്രാവശ്യമായിട്ട് 6 മാസത്തോളം എന്നെ ഒരു പ്രാന്താശുപത്രിയിലിട്ടു. ആൻകോഫിൽ സൈക്കാട്രിക് മെഡിസിൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എന്നെ അവിടെ വിട്ടില്ലായിരുന്നെങ്കിൽ ജയിലിൽ കിടന്ന് ഞാൻ മുരുഭ്രാന്ത് ആരിലൊക്കെ കൊന്നതിനുമായിരുന്നു. അതടുത്തൊരു ലൈഫ് ലോങ് സെൻറ്റൻസ് ആയിട്ട് മാറുമായിരുന്നു. എൻ്റെ 12 വക്കീലുമാർക്കും ഒന്നും ചെയ്യാൻ പറ്റാതായി. ഞാൻ അവരോട് ഫൈറ്റിംഗ് ആയി. ഓരോ പ്രാവശ്യം പ്രോസിക്യൂഷനിലും കോർട്ടിലും പോകുമ്പോൾ എല്ലാവരോടും ഫൈറ്റിംഗ് ആണ്. എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ചെയ്യുന്നു? ബഹ്റിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി, ബിസിനസ് ഫ്രണ്ട്ലി, ഫോറിൻ എക്സ്പാട്രീസ് ഫ്രണ്ട്ലി ആണ്. ആ സ്ലോഗനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് എവിടെല്ലാം എത്തിക്കാമോ, റെഡ് ക്രോസ്, റെഡ് ക്രിസൻറ്റ്, എവിടെല്ലാം UN, ഏതെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് അറിയിക്കുക, എല്ലായിടത്തും അറിയിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ബഹ്റിൻ. ബഹ്റിൻ ബിസിനസ്സുകാരോട് ചെയ്യുന്നത് ഇതാണ്. വിശ്വസിക്കരുത്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്യണം, സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും അതൊക്കെ അവരറിഞ്ഞു. എന്നോടുള്ളതായ അവരുടെ അപ്രോച്ച് അതുപോലായി മാറി. വളരെ ഉപദ്രവിച്ചു അവർ. പിന്നെ ഒരു കാര്യം, അവിടെ ആയിരുന്ന സമയത്ത് ബിസിനസ്സുകാർക്ക് വേണമെങ്കിൽ ഫൈനാൻഷ്യൽ കേസ് ഉള്ളവർക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ജയിലാണ്. അതൊരു സ്റ്റാർ ഹോട്ടൽ സ്റ്റൈലാണ്. എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. റിക്രിയേഷൻ ഉണ്ട്, ഔട്ട്ഡോർ ഗെയിംസ്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അതൊരു ജയിലെന്ന് പറയാൻ പറ്റില്ല. അതൊരു ഹോസ്പിറ്റലിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ പറയും. ആ ഒരു സ്റ്റൈലിൽ അതായിരുന്നു ആ ജയിൽ. അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല. എങ്കിലും മാനസികമായിട്ട് ഇങ്ങനെ ഡെയിലി 200-300 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഞാൻ ഇങ്ങനെ ഒരു ലോക്കപ്പിൽ കിടക്കേണ്ട അവസ്ഥ. മറ്റ് പല നാഷണാലിറ്റീസ് ഇവിടുന്ന് ഓടി ബഹ്റിൻ വിട്ടുപോയി. കാരണം അവർക്കറിയാം അവസാനം ജയിലിൽ പോകേണ്ടി വരും. കാരണം ഇങ്ങനെ നിയമം മാറുകയാണ്. ഞാൻ ഇവിടെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം, റീഓപ്പൺ ചെയ്യാന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നു. അത് കാരണത്തെ ഞാൻ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തേണ്ടതായിട്ട് വന്നു. നമ്മളൊരു പ്രാന്താശുപത്രിയിൽ ആയിരുന്ന സമയത്തും അനേകരോട് ഫൈറ്റിംഗ് ആയിരുന്നു. അംബാസഡേഴ്സുമായിട്ട് ഫൈറ്റിംഗ്, ഇന്ത്യൻ അംബാസഡറുമായിട്ട് ഫൈറ്റിംഗ്. ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവിടെ നിന്നും കർത്താവിനെ വിടുവിച്ചു.
ഒരു പ്രാവശ്യം ഈ സൈക്കാട്രിക് മെഡിസിൻസ് കിട്ടാതായ സമയത്ത് നമ്മളപ്പോൾ അവിടെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മെഡിസിൻസ് പലതും മേടിക്കാൻ പറ്റും. അത് ഡ്രിങ്ക്സിലൊക്കെ ഇട്ടിട്ട് പെപ്സി ഇങ്ങനെയുള്ള ഡ്രിങ്ക്സിലൊക്കെ ഇട്ടിട്ട് ആ വീര്യം കൂട്ടുവാനും വേണ്ടി. കാരണം സമാധാനമില്ല, ഉറങ്ങണം, സമാധാനമില്ല, മാനസികമായിട്ട് അങ്ങ് തകർന്നു പോയി, ഒരു ഹോപ്പില്ല. അവസാനം ഒരു ന്യൂമോണിയ എന്നൊരു അസുഖം ഉണ്ടായി, ബ്രീത്തിങ് ട്രബിൾ വന്നു, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അവിടുന്ന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് തരാതെ വളരെ ലേറ്റായിട്ടാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ICUവിലായി. അവിടുന്ന് തീർന്നു പോകേണ്ടതായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനെ അവിടുന്ന് വിടുവിച്ചു. അനേക ഘട്ടങ്ങളിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. ഇവിടെ 2 കൂട്ടരും അവിടെ ജയിലിൽ വരുന്നുണ്ട്, ജയിൽ ഇവാഞ്ചലിസം. ഒന്ന് കാത്തലിക്സ്, ഒന്ന് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച്. ഒരു പ്രാവശ്യം അവർ വന്ന സമയത്ത് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊരു മൂവി, ഡയറക്ടറിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, മെൽ ഗിബ്സൺ. അതെ, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. സ്കൂളിൽ എവിടെയോ വെച്ച് എനിക്ക് കണ്ട ഓർമ്മയുണ്ട് ജീസസ് മൂവി. പക്ഷെ അതല്ല, ഇത് സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ എല്ലാവരോടും ഉപദേശിക്കുന്നൊരു അഡ്വൈസ് എന്നൊരു എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്, ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മൂവി ഹോം തിയേറ്ററിൽ, ഒന്നിൽ 70mm അല്ലെങ്കിൽ ഹോം തിയേറ്ററിൽ എല്ലാ പെന്തക്കോസുകാരും കണ്ടിരിക്കണം. നാമധേയ പെന്തക്കോസുകാർ അല്ലെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. പ്രിയമുള്ളവരെ, അനേകരുടെ അഡ്വൈസ് റിജക്റ്റ് ചെയ്ത ഞാൻ, മറുതലിച്ച് മത്സരിച്ച് ഞാൻ കർത്താവിനെ ഈ അവസ്ഥയെ കൊണ്ട് അകത്തിട്ടിട്ട് പോലും എനിക്കൊരു മാനസാന്തരം ഉണ്ടായില്ല. ജയിൽ, ഇത്രയും വർഷങ്ങളിൽ ജയിലിൽ എല്ലാവരും പറഞ്ഞു, എൻ്റെ കുടുംബക്കാരെന്നെ വിട്ടുപോയി, സഭക്കാർ വിട്ടുപോയി, സ്നേഹിതർ വിട്ടുപോയി, എന്നെ അകത്ത് ഒന്ന് കാണുവാൻ ആരുമേ ഇല്ലാത്ത അവസ്ഥയായി, ഏകനായി, ഒന്നും ഇനിയൊരു ഹോപ്പില്ല. എൻ്റെ ബിസിനസ് കേസാണ്, വെറും ചെക്കിൻ്റെ കേസാണ്. പക്ഷേ എല്ലാവരും അവോയ്ഡ് ചെയ്തു. ആ ഒരവസരം കടന്നു പോയെങ്കിൽ മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ. എന്നാൽ വ്യക്തമായി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഈ ഒരു മൂവി അവരാദ്യമായിട്ടാണ് കാണിക്കുന്നത്, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. ആ മൂവി ഓൾമോസ്റ്റ് 3-4 മണിക്കൂർ 2 പ്രാവശ്യമായിട്ട് അവരെ കാണിച്ചത്. ഈ മൂവി ജയിലിൻ്റെ അകത്താണ് കാണുന്നല്ലേ? അതായത് എല്ലാ മാസവും ഒരു പ്രാവശ്യം കാത്തലിക്കിന് വരാം, ഒരു പ്രാവശ്യം നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച്, അമേരിക്കൻ ചർച്ചാണ്. ജയിലിനകത്ത് പെർമിഷൻ ഉണ്ട്, ബഹ്റിനിലെ ജയിലിൽ. സാധാരണ നമ്മുടെ പ്രദേശങ്ങളെ കുറിച്ച് അറിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അറിവാണ് കേട്ടോ. അതാ ഞാൻ ആ ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഇന്ററപ്റ്റ് ചെയ്യുന്നത്. കാരണം ബഹ്റിനിലെ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലാണ് ബഹ്റിനിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ, 100 വർഷത്തിന് മേലായി. അപ്പോൾ അവർ ഫോം ചെയ്ത ചർച്ചാണ്, ഒരേ കോമ്പൗണ്ടിലാണ് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് NEC. അവർക്ക് അന്ന് മുതലേ ഈ ഒരു ഫെസിലിറ്റി ഉണ്ട്, പെർമിഷൻ ഉണ്ട്. ഇവിടുത്തെ ബഹ്റിൻ അന്നത്തെ രാജാവ് കൊടുത്ത പെർമിഷനാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നെ ഇറ്റലിയുടെ ഇൻഫ്ലുവൻസ് കാരണം കാത്തലിക്സിനും പെർമിഷനുണ്ട്, ജയിലിൽ വന്ന് സുവിശേഷം അറിയിക്കാം. ലേഡീസിൻ്റെ ജയിലിലും അവർ പോകുന്നുണ്ട്, ജെൻസിൻ്റെ ജയിലിലും അവർ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മൂവി കാണിച്ചത്, പ്രിയമുള്ളവർ, ഞാൻ ആദ്യ അവസാനം, ഞാൻ ഈ മീറ്റിങ്ങിൽ നിന്നും പോകുന്നതായിരുന്നില്ല, പക്ഷേ ആരോ എന്നെ നിർബന്ധിച്ചു, പലരും നിർബന്ധിക്കാറുണ്ട്. പിന്നെ നോക്കിയപ്പോൾ മറ്റാരുമില്ല ഒന്ന് റിലാക്സ് ആകുവാൻ, സംസാരിക്കുവാൻ. എന്നെ സംബന്ധിച്ചുള്ള ഹോപ്പില്ല. എല്ലാവരും പറഞ്ഞത് തീർന്നു, ഫിനിഷ്ഡ്. എൻ്റെ പല ഫാമിലി മെമ്പേഴ്സും ബഹ്റിനും ഗൾഫിലൊക്കെ വന്നിട്ട് പോലും എന്നെ കാണാതെ പോയിട്ടുണ്ട്. അവിടെ അകത്തുള്ള എല്ലാവർക്കും വിസിറ്റേഴ്സ് ഉള്ളതാണ്, പക്ഷെ എനിക്ക് മാത്രം പറഞ്ഞാൽ ഒരു കാലത്ത് ഇവിടെ ബഹ്റിനുള്ള എല്ലാ ചർച്ചസുമായിട്ടും എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവായ വ്യക്തിയായിരുന്നു ഞാൻ. കർത്താവുമായിട്ടുള്ള ബന്ധം കൊണ്ടല്ല, പെന്തക്കോസ്റ്റൽ ആയതുകൊണ്ട് ആയിരുന്നു, ഒന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥമായ അനുഭവം ഒന്നും ഇല്ലായിരുന്നു പ്രിയമുള്ളവർ. എന്നാൽ ഈ മൂവി എൻ്റെ ജീവിതത്തിൽ, എസ്പെഷ്യലി കർത്താവിനെ പിടിക്കുന്ന ആ സമയം മുതൽ ക്രൂശീകരണം വരെ, അടക്കപ്പെടുന്ന ആ നിമിഷം വരെയുള്ള ആ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് 1 hour, അത് തന്നെ 1 hour അതിൽ കൂടുതലുണ്ട്. ആ ഓരോ ചാട്ടവാൾ കൊണ്ടുള്ള അടി ഏൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട്
എനിക്ക് വേണ്ടി കർത്താവ് ഏറ്റതായ ആ കഷ്ടപ്പാട്, ആ വേദന എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. വ്യക്തമായി പറഞ്ഞാൽ എനിക്കവിടെ സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. 100 പ്രസംഗത്തെക്കാളിലും ഈ 3 hours മൂവി എൻ്റെ ജീവിതത്തിൽ, എസ്പെഷ്യലി കർത്താവിൻ്റെ ആ ക്രൂശീകരണ സമയത്തുള്ളതായ തന്നെ അവിടെ ട്രാപ്പ് ചെയ്ത് ഉപദ്രവിക്കുന്നതായ ഓരോ നിമിഷവും ഞാൻ അവിടെ വിങ്ങിപ്പൊട്ടി ഏങ്ങലടിച്ച് കരയുന്ന അവസ്ഥയായിരുന്നു. യഥാർത്ഥമായ ഒരു ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. ഞാൻ അത് രുചിച്ചറിഞ്ഞു. ആ ദൈവിക സാന്നിധ്യം എനിക്കവിടെ അപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല അന്ന് ആ മീറ്റിങ്ങിന് പോയത്. വ്യക്തമായി ഞാൻ പറയാം പ്രിയമുള്ളവരെ, ദൈവിക വിളി ഉണ്ടെങ്കിൽ എവിടെ പോയി ഒളിച്ചാലും കർത്താവിന് ആ സ്പർശനം, കർത്താവിൻ്റെ ആ ഇടപെടൽ, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി വന്ന് ഇങ്ങനെ ബഹ്റിനിലെ ജയിലിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നതായിരുന്നില്ല. ആ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു മൂവി കൊണ്ടുവന്ന് കാണിക്കും ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നതേ ഇല്ല. ആ ദൈവത്താലായിരുന്നു വ്യക്തമായി എനിക്ക് പറയാൻ കൊണ്ട് സാധിക്കും. ആ ഒരു മൂവി കണ്ട് ഞാൻ യഥാർത്ഥമായും കർത്താവിനെ നേരിട്ട് കണ്ട ഒരവസ്ഥയായി. ആ അനുഭവം എനിക്ക് ഒരിക്കലും മറക്കുന്ന കൊണ്ട് സാധിക്കില്ല. എനിക്കെല്ലാവരും പറയാനുള്ളൊരു കാര്യം, സൺഡേയോ ഏതെങ്കിലും ദിവസം നമ്മുടെ ചർച്ചുകളിൽ എല്ലാ സഭകളിലും അപ്പോൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിനെ പറ്റി ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാ പെന്തക്കോസ്ത് സഭകളിലും ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒരു 70 mm ഒരു ഹോം തിയേറ്ററിലോ കാണിക്കേണ്ടത് മസ്റ്റാണ്. 100 പ്രസംഗത്തെക്കാളിലും എഫക്റ്റാണിത്. ഇത് കണ്ടിരിക്കണം. നമ്മുടെ ശുശ്രൂഷകന്മാർ, പാസ്റ്റർമാർ ഇത് കണ്ടിരിക്കണം, ഇത് കാണിക്കണം. എൻ്റെ അനുഭവമാണ്. വ്യക്തമായി ഞാൻ പറയാം, ഈ ഒരു മൂവി കാരണം, ഈ ഒരു സീൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിനെ പിടിച്ചു കുലുക്കി. അതിനുശേഷം റൂമിൽ വന്ന് കഴിഞ്ഞ് ഫ്യൂ ഡേയ്സ് എനിക്ക് ഉറങ്ങുവാനും കഴിഞ്ഞിരുന്നില്ല. എൻ്റെ അനുസരണക്കേടുകളെ ഇസ്രായേൽ ജനം കർത്താവ് ഈസി വേ പറഞ്ഞു കൊടുത്തിരുന്നതാണ് കനാൻ ദേശത്തേക്ക് പോകുവാൻ. എന്നാൽ അവരുടെ അനുസരണക്കേട്, അവരുടെ മറുത്തു മത്സരം, അവരുടേതായ ബാഡ് ക്യാരക്ടർ കാരണം 40 വർഷമാണ് അവരെ തമ്പുരാൻ ചുറ്റിച്ചത്. 40 വർഷം. ഞാൻ ആലോചിക്കുക, കഴിഞ്ഞ 40 വർഷമായി ഞാൻ 40 വർഷം മുമ്പ് ഞാനൊരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കേണ്ടതായിരുന്നു. എന്നെപ്പറ്റിയൊരു വിളി അതായിരുന്നു. പക്ഷെ ഞാനതൊന്നും കൂട്ടാക്കിയില്ല. എൻ്റെ മാതാവ് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നതിന് ശേഷം ഇന്ന് ഡെയിലി എനിക്ക് അരോചകമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പലതും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടം, എനിക്കിത് വേണ്ട. പക്ഷേ ദൈവികമായ ഒരു ഉദ്ദേശം, ദൈവികമായൊരു സെലക്ഷൻ, പ്രിയമുള്ള ഈ ലോകത്തെ ഏതൊരു കമ്പനി സെലക്ട് ചെയ്യുന്നതിനേക്കാളിലും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ്, എത്രയോ വാല്യുബിളാണ് ദൈവികമായ സെലക്ഷൻ. പക്ഷെ ഞാൻ അതിന് അനുവദിച്ചു കൊടുത്തിരുന്നില്ല, ഏൽപ്പിച്ചു കൊടുത്തില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ, എൻ്റെ സിസ്റ്ററാണ് ആ യഥാർത്ഥമായ ഞാൻ പോകുന്നതിന് പകരം ഏൽപ്പിച്ചു കൊടുത്തു. ദേ ഹാവിങ് എ വെരി ഗുഡ് ഫാമിലി ലൈഫ്, സ്പിരിച്വൽ ലൈഫ്. മടങ്ങി വന്ന് റൂമിൽ വന്ന് ഞാൻ ഏങ്ങി മൂങ്ങി കരഞ്ഞ് ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ എല്ലാവിധമായ ഫൈറ്റിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എല്ലാവരുമായിട്ടുള്ള ഫൈറ്റിങ് അതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഒരു കുഞ്ഞിനെ പോലെ, ഒരു ശിശുവിനെ പോലെ ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ ഫാസ്റ്റിംഗ് ആരംഭിച്ചു. 1 day, 1 ദിവസം, 3 ദിവസം, 7 ദിവസം, 14 ദിവസം, 21 ദിവസം, 40 ദിവസം. യഥാർത്ഥമായി ഈ ബൈബിൾ അന്നൊരു കർത്താവിന് ദാസൻ തന്ന ബൈബിളാണ്. അത് പലപ്പോഴും ഞാൻ മേടിച്ചിരുന്നില്ല. എന്നാൽ ഇത് അവിടെ വെച്ച് ഞാൻ അവസാനമായി മേടിക്കുമെന്നൊക്കെ മേടിയായി തീർന്നു. അവരവിടെ അകത്ത് വരുമ്പോൾ നമുക്ക് വേണ്ടി ഡ്രസ്സസ് കൊണ്ടുതരും, ഫോൺ ചെയ്യാനുള്ള കാർഡ് കൊണ്ടുതരും, നമുക്ക് ആവശ്യമായ ക്യാൻറ്റീനിലേക്കുള്ള ആവശ്യമായ ഫൈനാൻസ് എല്ലാം കൊണ്ടുതരുമായിരുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഈ വചനം വായിച്ചു തുടങ്ങി, പേജ് ബൈ പേജ്, വേർഡ്സ് ബൈ വേർഡ്സ് വായിച്ച് എത്ര പ്രാവശ്യം വായിച്ചത് എനിക്കിനി അറിയില്ല. ഫാസ്റ്റിംഗ് വളരെ കണ്ടിന്യൂ ചെയ്തു. വലിയൊരു ചേഞ്ച് എനിക്ക് ജീവിതത്തിലുണ്ടായി, വലിയൊരു ചേഞ്ച്.
38 എന്നുള്ളത് 30ആയി, 25ആയി, 20ആയി, 12 വരെയായി. കർത്താവിൻ്റെ പ്രവർത്തനമാണ്, ദൈവികമായ വഴിയാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇറങ്ങുവാൻ തക്കൊണ്ട് സാധ്യമായിരുന്നില്ല, ഒരിക്കലും ഇറങ്ങുവാൻ തക്കൊണ്ട് കഴിയില്ലായിരുന്നു. എനിക്ക് പൂർണ്ണമായും വ്യക്തമായും അറിയാം കർത്താവാണ് എന്നെ ഇതൊരു എൻ്റെ ഒരു സെക്കൻഡ് ലൈഫാണ്. പണ്ട് ബോംബെയിൽ ആ 4 മുറിക്കുള്ളിൽ പോളിയോ ബാധിച്ച് അങ്ങനെ ഒതുക്കുവാൻ ശ്രമിച്ചു പിശാച്. സ്കൂൾ കോളേജ് ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി, ആരെയൊക്കെയോ കൊല ചെയ്യേണ്ടതായിരുന്നു, കൊലപാതകനായി അകത്ത് കിടക്കേണ്ടതായിരുന്നു. കർത്താവ് അവിടുന്ന് വിടുവിച്ചു. ഇവിടെ വന്ന് ഇങ്ങനെ ജയിലിൽ ഏറെ വർഷങ്ങൾ ന്യൂമോണിയ വന്ന് അവിടെ ICU കിടന്ന് മരിക്കേണ്ടതായിരുന്നു. പ്രാന്താശുപത്രിയിൽ നിന്ന് ഒരിക്കലും ഇറങ്ങുവാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഞാൻ ബ്ലോക്ക് ആകേണ്ടതായിരുന്നു. 1 അല്ല 2 അല്ല 3 അല്ല അവസരങ്ങൾ ഒത്തിരി അവസ്ഥയിൽ നിന്ന് കർത്താവിനെ പരിപൂർണമായി വിടുവിച്ചു. നിശ്ചയമായി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ പ്രവർത്തനമാണ്, കർത്താവിൻ്റെ കരമാണ്. അകത്തിങ്ങനെ ഫാസ്റ്റിങ്ങിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേ നമ്മൾ വളരെ സ്ട്രോങ് ആയി അറബികളോട് സുവിശേഷം പറയാനൊരിടയായി തീർന്നു. അറബികളോടും എല്ലാവരോടും, അവിടെ ആരെല്ലാം ഉണ്ട് എല്ലാവരും. എനിക്കെതിരെ 3 കംപ്ലയിൻ്റ് അകത്ത് പോയി. അവരെന്നെ വിളിപ്പിച്ചു, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എനിക്കെതിരെ കംപ്ലയിൻ്റ് ചെയ്ത അറബികളെ അവരുടെ പള്ളിയിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളിനെ അകത്തിട്ടു. അവരെ അഡീഷണൽ പണിഷ്മെൻറ്റ് വീഴേണ്ടതായിട്ട് വന്നു വേറെ ചില കേസുകളിൽ. ദൈവവിശ്വസ്തനാണ്. അവിടെയൊക്കെയും കർത്താവിനെ ഉയർത്തിക്കാട്ടുക വലിയൊരു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3.5 വർഷം ഇങ്ങനെയായിരുന്നു ഞാൻ. അതിനുശേഷം അവർക്ക് വളരെ ഷോക്കായി. ഞാൻ പിന്നെ കോർട്ടിലോ പ്രോസിക്യൂഷനിലോ ഒന്നും പോകാതായി. ഞങ്ങളത് വിട്ടുകൊടുത്തു, കർത്താവിന് വിട്ടുകൊടുത്തു. കർത്താവ് നിൻ്റെ ഹിതമാണെങ്കിൽ ഞാനിവിടെ ഇറങ്ങണം, അതല്ലെങ്കിൽ കയറി പോകണം. പ്രാർത്ഥന ശക്തമായി ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ദൈവവചനം വായിച്ച് ഓരോ വിഷയങ്ങളും, എന്താണ് രക്ഷ, ഞാൻ എന്തിനാണ് ഭൂമിയിലായിരിക്കുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്, ഓരോ കാര്യങ്ങളും ഞാൻ തന്നെ ആരുടെയും ഒരു ഉപദേശിച്ചതല്ല, ഒരു പാസ്റ്റർമാരും പറഞ്ഞതല്ല. ഞാൻ അകത്ത് കിടന്ന് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഏൽപ്പിച്ചു കൊടുത്തു. പല പ്രാവശ്യവും എൻ്റെ തോളത്തേക്ക് തട്ടി രാത്രിയുടെ യാമത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് കർത്താവ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 6 മണിക്കൂർ 7 മണിക്കൂർ 9.5 മണിക്കൂർ വരെ ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് വെള്ളം കുടിക്കുവാനോ വാഷ്റൂമിൽ പോകുന്നതോ അല്ലാതെ കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് സമയത്താണ് മാക്സിമം ഞാൻ പ്രാർത്ഥിച്ച 9.5 മണിക്കൂറാണ്. 10 മണിക്കൂർ തയ്ക്കാൻ വേണ്ടിയല്ല, പക്ഷേ 9.5 മണിക്കൂർ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. അന്യഭാഷ അടയാളത്തോടെ ജയിലിനകത്ത് വെച്ച് പ്രാപിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഒരു ദിവസം ആ വെളുപ്പിന് ഞാനിങ്ങനെ, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് 6 മണിക്കാണ്. ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ രാത്രി എന്തോ ഒരു ഡ്രീം കാണുന്നതായിട്ട് എനിക്കറിയാം. ഞാൻ ഡ്രീം കാണുന്നതാണ്, ഞാൻ ആരാധിക്കുന്നതിനായി ഞാൻ ഡ്രീം കാണുന്നുണ്ട്. പക്ഷെ അത് ഡ്രീം അല്ലായിരുന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കി? അന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റപ്പോൾ എൻ്റെ റൂമിലുള്ള എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ജേക്കബ്, വാട്ട് ഹാപ്പൻഡ് ടു യു? എന്താണ് സംഭവിച്ചത്? ആരുമായിട്ടാണ് ഫൈറ്റിങ്? എന്തൊക്കെയോ പറഞ്ഞു കേട്ടല്ലോ. ഇത് നിങ്ങൾ ഹിന്ദുയിസം വരെ പഠിച്ചിട്ടുണ്ടോ? ആംഗ്ലേയ ഭാഷ, ഈ സംസ്കൃത്, അവർക്ക് മനസ്സിലായ ഞാൻ സംസ്കൃത് സംസാരിക്കുന്നതായിട്ടാണ്. സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ അങ്ങ് ലജ്ജിച്ചു പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ കഴിഞ്ഞ രാത്രി കണ്ടത് ദർശനമായിരുന്നില്ല, ഞാൻ ആരാധിക്കുമായിരുന്നു, ഞാൻ ശാസിക്കുകയായിരുന്നു, ഞാൻ എന്തൊക്കെയോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടും ശാസിക്കുന്നതായിട്ടും ഞാൻ കണ്ട കാഴ്ച അത് കാഴ്ചയായിരുന്നില്ല. പ്രിയമുള്ളവരെ, അന്ന് മുതൽ എനിക്ക് കുറെ കൂടി ശക്തി ലഭിച്ചു. കർത്താവ് എന്നെ ഒത്തിരി ശക്തീകരിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ സുവിശേഷം മറ്റുള്ളവർ പറയാനൊക്കെ ഇടയായി തീർന്നത്. എന്നെപ്പറ്റി ഒത്തിരി കംപ്ലയിൻറ്റ്സ്. പ്രിയമുള്ളവരെ, കർത്താവ് എന്നെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തി. ആ യോനായെ 3 രാവും 3 പകലുമേ ഉള്ളൂ. എന്നെ 9.5 വർഷം, 9 years 5 months and 10 days. ഈ വർഷത്തിനുള്ളിൽ, ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ കർത്താവ് എന്നെ ചേഞ്ചാക്കി. എന്താണ് എൻ്റെ ഉദ്ദേശം? കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് എന്നെ ഈ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചത്? പക്ഷേ എനിക്ക് വേറെ ഡൗട്ട് ഉണ്ടായത്,
അപ്പം എന്തുകൊണ്ടാണ് ഈ ഇത്രയും പള്ളികൾ, ഇത്രയും സഭകൾ എന്തിനാണ്? എന്താണ് അതിൻ്റെ പിന്നിൽ? എന്താണ് യഥാർത്ഥമായ ഉപദേശം? ഓരോന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്നോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്നോട് ചോദിച്ച യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കുക, അവരൊന്നും കണ്ടെത്താതിരിക്കുകയില്ല. ഓരോന്നും മനസ്സിലായി. ഞാൻ വ്യക്തമായിട്ടും പറയാം, ഇത് കാണുന്നവർക്ക് അനേക ലക്ഷങ്ങൾ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. കാരണം എൻ്റെ ഈ സാക്ഷ്യം കൊണ്ട് അനേകരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട ശേഷം എങ്ങനെ രക്ഷിക്കപ്പെടുമെന്ന് കൊണ്ട് സാധിക്കും? യഥാർത്ഥമായ ദൈവികമായ ആ സ്പർശനമില്ലാതെ ഒരുവൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്ന കൊണ്ടും കഴിയുകയില്ല. യഥാർത്ഥമായ മാനസാന്തരമുള്ളവന് മാത്രമേ രക്ഷയുള്ളൂ. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവന് മാത്രമേ സ്നാനപ്പെടുവെന്നെ കൊണ്ടും കഴിയുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്നോട് ചോദിച്ചതാണ്. നമ്മളൊക്കെ സാധാരണ ഷവറിന് മുമ്പാണോ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് ശേഷമാണോ നമ്മൾ ഷവറിലേക്ക് പോകുന്നത്? അല്ല, അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നെ ചെറുപ്പത്തിൽ സ്നാനപ്പെടുത്തിയതാണ്. കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ ഒരു അങ്കിളാണ് എൻ്റെ പേര് പറഞ്ഞിട്ട്, കള്ളത്തരമല്ലേ അത്? കള്ളത്തരമല്ലേ? ദൈവസ്ഥത്തിന് എങ്ങനെ കള്ളം പറയുന്നു? എന്തിനു കള്ളം പറയുന്നു? ഇതാരെ പ്ലീസ് ചെയ്യാനാണ്? സാമുദായിക പള്ളിക്കാരെ പ്ലീസ് ചെയ്യാനാണോ? ദൈവം എന്താണ് പറയുന്നത്? രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരെയാണ് സ്ഥാനപ്പെടുത്തേണ്ടത്. മാത്യു 28 ലാസ്റ്റ് വേർഡ്സ് കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സഞ്ചരിച്ച് എൻ്റെ സുവിശേഷം അറിയിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഒരു കുഞ്ഞിനെങ്ങനെ അറിയാം സ്നാനം സത്യമാണെന്ന്? ഒരു കുഞ്ഞിനെങ്ങനെ അറിയാം രക്ഷ എന്താണെന്ന്? അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിക്കും പെൻഡകോസ്റ്റൽ ഡോക്ട്രിൻസ് ആണ് യഥാർത്ഥമായ ഡോക്ട്രിൻസ്. അത് മാത്രമല്ല, ആ അനുഭവത്തിൽ വിശുദ്ധിയോടെ നിർമ്മലതയോടെ അന്ത്യം വരെ ജീവിച്ചാൽ മാത്രമേ അങ്ങ് എത്തപ്പെടുമെന്ന് കൊണ്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, പ്രിയമുള്ളവരെ, അടിയും കൊണ്ടു പുളിവെള്ളം കൂടി നമ്മൾ പറയുന്നത് പോലെ എന്തായാലും ഇത്രയൊക്കെയുമായി യഥാർത്ഥമായ വചനം പറയുന്നത് ഇതാണ്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, വാട്ട് എവർ ഐ ലൂസ് ഡസൻറ്റ് മാറ്റർ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് മൈ എറ്റേണിറ്റി. എൻ്റെ നിത്യത ഈ ലോകത്തിലെ ബിറ്റ്സ് ആൻഡ് പീസസിന് വേണ്ടി ഞാൻ കളയില്ല. നിത്യതയാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും. പക്ഷെ ഒരു കാര്യം, വിലാപങ്ങൾ 3:1 യഹോവയുടെ കോപത്തിൻ്റെ വടി കണ്ട പുരുഷൻ. യെരമ്യാവിൻ്റെ ഒരു പ്രസ്താവനയാണ്. തൻ്റെ ജനത്തിൻ്റെ ദൈവം കൊടുത്ത ആ നന്മകൾ അത് വിട്ടു പോയപ്പോൾ ഉണ്ടായ ശിക്ഷ, അതാണ് പശ്ചാത്തലം. പക്ഷേ യെരമ്യാവ് പറയുന്നത് യഹോവയുടെ കോപത്തിൻ്റെ വടി കണ്ട പുരുഷനാകുന്നു ഞാൻ. ശരിക്കും പ്രിയമുള്ളവരെ, ഇതൊന്നുമില്ലാതെ, ഈ ശിക്ഷ ഒന്നും കിട്ടാതെ ലഭിക്കാതെ യഥാർത്ഥമായ വചനം പത്യോപദേശം കണ്ട് കേട്ട് പഠിച്ച് മനസ്സിലാക്കി സമർപ്പിച്ചു കൊടുത്താൽ ജീവിതം എത്രയോ ധന്യമാണ്. പക്ഷേ എൻ്റെ പിതാവ് പറഞ്ഞതുപോലെ ഇത്രയും വർഷം നഷ്ടപ്പെടുത്തി. 40 വർഷം നഷ്ടപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ. എൻ്റെ അനുസരണക്കേട് കൊണ്ടാണ്, മറ്റാരുടെയും കുറ്റമല്ല. എൻ്റെ അനുസരണക്കേട് ഒത്തിരി സഹിച്ചു. ഇതെൻ്റെ ഒരു സെക്കൻഡ് ലൈഫാണ്. ഇങ്ങനൊരു ജീവിതം എനിക്ക് തിരിച്ചു കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഞാൻ വിചാരിച്ചു അകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്ത് ആരെങ്കിലുമൊക്കെ കൊന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഒന്ന് അവിടെ തന്നെ മരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മരിക്കും, അല്ലെങ്കിൽ പ്രാന്താശുപത്രി തന്നെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. ഇറങ്ങാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു. പക്ഷേ ഈ പ്രവർത്തനം, വേറൊരു കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്നത്, ഈ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് വഴി വന്നുകൊണ്ടിരിക്കുന്നതായ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ വളരെ ദുഃഖത്തോടെ ഞാൻ പറയുകയാണ്, ഒരു പെൻഡകോസ്റ്റൽ പാസ്റ്റർമാരും ഇല്ലായിരുന്നു ഈ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ. ഞാൻ ആരെയും ഡിഗ്രേഡ് ചെയ്യുന്നതൊക്കെ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും എൻ്റെ ഒരു റിക്വസ്റ്റാണ്. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ വാക്കുകളാണേ. 99 വിട്ടിട്ട് ഒരു നഷ്ടപ്പെട്ട ആടിന് വേണ്ടി. പുൾപിറ്റിൽ പറയുവാൻ ഈസിയാണ്, സ്റ്റേജിൽ പ്രസംഗിക്കാൻ ഈസിയാണ്. പക്ഷേ റിയൽ ലൈഫിൽ നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാർ 99 സഭയിലുണ്ടല്ലോ.
ഒരു നഷ്ടപ്പെട്ട ഒരു ആത്മാവിന് വേണ്ടി, പിന്മാറ്റത്തിൽ പോയ ആത്മാവിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി, ടു ഗോ ആൻ എക്സ്ട്രാ മൈൽ ടു ഗെറ്റ് ദം ബാക്ക്. ഇവിടെ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് പെന്തക്കോസ്ത് ഒരു പാസ്റ്റർമാരും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ പിന്നാലെ വരുന്ന ഒരു പാസ്റ്ററിനെ എനിക്കറിയാം, പാസ്റ്റർ സാബു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ റെഫർ ചെയ്തു. അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ വരുമായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനോട് ഇടപെടുന്നത് പോലെ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഷോൾഡറിലേക്കായിട്ട് ഞാൻ ദൂരം മാറിപ്പോവും. എങ്കിലും അവിടെ വീണ്ടും വരും, എന്നെ വിളിക്കും, സംസാരിക്കും. ഇങ്ങനെയുള്ള മിനിസ്ട്രി നമുക്കും ആവശ്യമല്ലേ? വളരെ എല്ലാ പിന്മാറ്റത്തിനും പിന്നിൽ ഒരു റീസണുണ്ട്. ആരെങ്കിലും തെറ്റിലേക്ക് അകപ്പെടുന്നു, അല്ലെങ്കിൽ ചീത്തയായ വഴിയിൽ പോകുന്ന ഒരു ജെൻസ് ആണെങ്കിൽ ലേഡീസ് ആണെങ്കിലും ഹൂവർ ഇറ്റ് ഈസ്, അതിനെല്ലാം പിന്നിൽ ഒരു വൂണ്ടുണ്ട് അവരുടെ പിന്നിൽ, അവരുടെ ഹൃദയത്തിൽ. അപ്പോൾ ഒരു വൂണ്ട് 2 ആയി, 2, 3 ആയി, 4 ആയി, അവസാനം അവരങ്ങ് ഔട്ടാകുകയാണ്. പക്ഷെ അങ്ങനെയുള്ളവരെ നമ്മൾ തള്ളിക്കളയരുത്. ഞാൻ വളരെ സന്തോഷത്തോടെ പറയുകയാണ്, ഞാനിന്ന് ഇവിടെ ഇരിക്കുവാൻ ഒരു യോഗ്യതയുമില്ല. കാരണം കർത്താവിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കിയിട്ടും ഞാൻ വർഷങ്ങൾക്ക് ശേഷം പിന്മാറിപ്പോയ വ്യക്തിയാണ്. എന്നെ കേൾക്കുന്നതായ മില്യൺസ് ആൻഡ് മില്യൺസ് ജനങ്ങൾ കേൾക്കിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പെന്തക്കോസ്റ്റ് ആൻഡ് നോൺ പെന്തക്കോസ്റ്റ് ദൈവസ്ഥാനത്ത് വിട്ടു പോകരുത്. പ്രിയമുള്ളവരെ, ഈ ബൈബിളിൽ 1000 പ്രവചനങ്ങളുണ്ട്. ഈ 1000 പ്രവചനങ്ങളിൽ 95, 96 അല്ലെങ്കിൽ 98 പ്രൊഫസീസും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ചുറ്റുപാടും കാണുന്നതായ കേൾക്കുന്നതായ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മനുഷ്യൻ്റെ സ്നേഹം തണുത്തതായ അവസ്ഥ ഡെയിലി നമ്മൾ വായിക്കുന്നതാണ്, കാണുന്നതാണ്. ഒരു റിക്വസ്റ്റ് എനിക്കുള്ളത്, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് ഞാൻ വാതിൽക്കലായിരിക്കുകയാണ്. എല്ലാം നടന്നു കഴിഞ്ഞു. ഇനി ചില സംഭവങ്ങളേ ഉള്ളൂ. അത് ഒരു പക്ഷെങ്കിൽ ഓവർ നൈറ്റ് ആകാം, വിതിൻ ഫ്യൂ ഡേയ്സ്. അതായത് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ കളനെ പോലെ കർത്താവ് വരുന്നേ, ആരും അറിയുന്നില്ല. എൻ്റെ ഒരു അപേക്ഷ, ഇതൊന്നും പറയാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ എങ്കിലും ഞാൻ ഹൃദയവേദനയോട് ചോദിക്കുകയാണ്, കേരളം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ യുവാക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അവരുടെ ഫ്യൂച്ചർ എന്താണ്? നമ്മുടെ പെന്തക്കോസ്തൽ സഭകളിൽ കടന്നു വരുന്നതായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ, ആൺമക്കൾ, പെൺമക്കൾ, ഇവിടെയോ ഗൾഫിലോ സ്റ്റേറ്റ്സിലോ എവിടെയും, അവരുടെ ലൈഫ് എന്താണ്? അവരുടെ ഫ്യൂച്ചർ എന്താണ്? അവരിലേക്ക് ഈ വചനം സ്നേഹമായി പറഞ്ഞു കൊടുക്കുവാൻ ഞാനൊരു കാര്യം പറയാം. എന്നോട് എതിർത്ത് പറഞ്ഞിട്ടുള്ളവരെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ദൈവവചനം. എന്നാൽ സ്നേഹമായി വളരെ സൗമ്യമായി പറഞ്ഞു തന്നിട്ടുള്ള വാക്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, റിജക്റ്റ് ചെയ്തിട്ടില്ല. ഈ യുവതലമുറ നാശത്തിലേക്ക് പോവുക. എത്രയോ ദൈവാലയങ്ങൾ മറ്റു പല സ്ഥാപനങ്ങളുമായിട്ട് മാറുന്നു. കേരളം മലയാളികൾ, ഇന്ത്യയിൽ മലയാളികൾക്ക് ലഭിച്ചതായ ഈ ഒരു വിഷൻ, ഈ ഒരു പ്രത്യാശ, ഈ ഒരു കാഴ്ചപ്പാട് എത്രയോ വർഷങ്ങളായി. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചും തമ്മിൽ തല്ലിയും കഴിയുന്നൊരവസ്ഥ. ഇതൊക്കെ മാറി. നമ്മുടെ സമയം, വലിയ ടൈം ഈസ് സോ പ്രീഷ്യസ്. നമ്മുടെ സമയം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഈ സുവിശേഷം അറിയിക്കുവാൻ, ഈ തമ്മിൽ തല്ലൊക്കെ നിർത്തിയിട്ട് സുവിശേഷം അറിയിക്കുവാൻ, യുവതലമുറയെ നേടുവാൻ. നമ്മൾ പല കേട്ടിട്ടുണ്ട് മരണത്തെപ്പറ്റി. ഇന്ന് ഞാൻ നാളെ നീ. ഓക്കെ, അത് മരണം മാത്രമല്ല. ഇന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നു, ബാക്കി 4 വിരൽ നമ്മുടെ നേരെയാണ്. ഇന്ന് നമ്മളൊരു ശുശ്രൂഷകൻ നേരെ വിരൽ ചൂണ്ടുകയാണ്. നാളെ തിരിച്ചു വരും. നമ്മളിലോ നമ്മുടെ മക്കളിലോ അത് വരും. ഇതൊന്നും നമ്മുടെ ജോലിയല്ല. ഇത് കർത്താവിൻ്റെ ബിസിനസ്സാണ്, നമ്മുടെ ബിസിനസ് അല്ല. ഒരാൾക്ക് 1 സഭയുണ്ടാകാം, ഒരാൾക്ക് 100 സഭയുണ്ടാകാം, 1000 സഭ ഉണ്ടായിക്കോട്ടെ. പക്ഷെ നമ്മുടെ സഭയല്ല, അത് കർത്താവിൻ്റെ സഭയാണ്. ആത്മാക്കൾ കർത്താവിൻ്റെയാണ്. പിന്മാറിപ്പോയിരിക്കുന്നത് ദൈവമക്കളാണ്. അവരെ നേടുവാൻ, അവർക്ക് വേണ്ടി ജീവിക്കുവാൻ. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ പോലും കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. ഈ വചനം എടുത്തുള്ള ഒരു വ്യക്തി പോലും നശിച്ചിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ സുവിശേഷ വേലയിൽ ആയിരിക്കുന്ന നിങ്ങൾ പ്രയാസത്തിലോ ദുഃഖത്തിലോ പ്രശ്നങ്ങളിലോ ആയിരിക്കാം. പക്ഷേ
എൻ്റെ അനുഭവം എന്താണ്? രോഗസൗഖ്യമാണോ? കർത്താവ് തരും. പാപശാന്തിയാണോ? കർത്താവ് തരും. ജീവിതത്തിൽ ഏത് ആവശ്യങ്ങളാണെങ്കിലും അതൊക്കെയും പ്രിയമുള്ള 38 വർഷം ജയിലിൽ കിടന്ന് എന്നെ ഇറക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിവില്ല. എൻ്റെ ബ്രദർ, എൻ്റെ കസിൻസ്, എൻ്റെ അങ്കിൾമാർ, എൻ്റെ ആൻറ്റിമാരൊക്കെ എന്നെ ഒന്ന് കണ്ടു. അവർ അമേരിക്കയിൽ നിന്ന് പോകുന്ന വഴി ഇവിടെ വന്നിരുന്ന് എന്നെ കണ്ടുപോയി. വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഞാൻ പിന്നെ ആലോചിക്കുകയാണ്, അവരെല്ലാം വന്നു കണ്ടു. ഒരു സൊല്യൂഷൻ, ആരുടെങ്കിലും സൊല്യൂഷൻ ഇല്ല. കർത്താവിൻ്റെ കയ്യിൽ മാത്രമേ സൊല്യൂഷനുള്ളൂ. പ്രിയമുള്ളവരെ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും പെറ്റമ്മ തള്ളിയാലും മറക്കാത്ത ഒരു ദൈവം, സ്നേഹവാനായ കർത്താവ്, ദീർഘക്ഷമയുള്ള കർത്താവ്. പ്രിയമുള്ളവർ, ഈ ഒരു പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ക്ഷമിക്കുന്ന ഒരു കർത്താവ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കിവിടെ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയില്ലായിരുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച കർത്താവ്, എൻ്റെ എല്ലാ അനുസരണക്കേടുകളെയും ക്ഷമിച്ച കർത്താവ്, എന്നെ മടക്കിക്കൊണ്ടുവരുവാൻ, എന്നെ വീണ്ടും കൈക്കൊള്ളുവാൻ കർത്താവ് കാണിച്ചതായ ആ വിശാല ഹൃദയം. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 1 hour ആ ടോർച്ചറിങ്, ഫിസിക്കൽ ടോർച്ചർ, ആ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ആ ഓരോ അടിയും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. ഞാൻ വിങ്ങിപ്പൊട്ടി കരയായിരുന്നു. ഇന്നും ഇവിടെയുണ്ട് ഒരു അന്ന് വന്ന ഒരു കർത്താവദാസൻ ഇന്നും ഇവിടെ ഉണ്ട്. പെന്തക്കോസ്റ്റ് അല്ല, മറ്റൊരു സമുദായത്തിലെയാ, സന്തോഷ്. അദ്ദേഹത്തിനറിയാം എൻ്റെ ഈ ശബ്ദം ദൂരുന്ന അദ്ദേഹം അടുത്തേക്ക് വന്നു എന്നെ ആശ്വസിപ്പിക്കുവാൻ. യഥാർത്ഥമായ ദൈവികമായ സ്പർശനം എനിക്കുണ്ടായത് ജയിലിൽ വെച്ചാണ്. യഥാർത്ഥമായ ദൈവികമായ ഈ ഇവിടെ തട്ടിയാണ് എന്നെ രാത്രിയുടെ കാലങ്ങൾ ഉണർത്തി പ്രാർത്ഥിപ്പിക്കുവാനായിട്ട് ആ ദൈവശബ്ദം കേൾക്കുന്നതിനിടയായി തീർന്നു. ആ നഷ്ടപ്പെട്ട അന്യഭാഷ മടക്കി ലഭിക്കുന്നതിനിടയായി തീർന്നു. എനിക്കൊരേ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ബഹ്റിൻ ഇറങ്ങാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം എനിക്കറിയാം ഇവിടുത്തെ ലീഗൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഫൈറ്റ് ചെയ്തത് അവർക്കെതിരെ സംസാരിച്ചപ്പോൾ എന്നെ ഇവിടെ ഇറക്കത്തില്ലെന്നായിരുന്നു. ഒരു ദിവസം എനിക്ക് കോൾ വന്നു, ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് കേരള പറയാണ്, ജേക്കബ്, വാട്ട്സ് യുവർ ഡിസിഷൻ? യു വാണ്ട് ടു ഗോ ബാക്ക് ടു ഇന്ത്യ ഓർ ബഹ്റൈൻ? ഇറ്റ്സ് അപ് ടു യു. ഞാൻ പറഞ്ഞു, ബഹ്റൈൻ ഇറങ്ങുവാൻ ചാൻസ് ഉണ്ടെങ്കിൽ, കാരണം എനിക്ക് കുറേ പണം ലഭിക്കുവാനുണ്ട്, ഞാൻ കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കാതെ ഓടിപ്പോയതല്ല. നിയമം മാറിയത് കൊണ്ടാണ് ഈ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ക്ലോസ് ചെയ്യേണ്ടി വന്നത്. വ്യക്തമായിട്ട് പുള്ളിയോട് പറഞ്ഞു, വി നോ എവറിത്തിങ്, വി നോ. ഓക്കെ, നൗ യു വാണ്ട് ടു ഗോ ബി ഇൻ ബഹ്റൈൻ ഓർ ഗോ ഔട്ട്? ഞാൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെ ചാൻസ് ഉണ്ട്, ഐ വുഡ് ലൈക്ക് ടു ബി ഇൻ ബഹ്റൈൻ ഇറ്റ് സെൽഫ്. പ്രിയമുള്ളത്, ഇത് കർത്താവിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ, എനിക്ക് കഴിവില്ല. പണ്ടെല്ലാവരും പറയുമായിരുന്നു, ഓ അവൻ ഹീറോയാണ്. കർത്താവിനെ സീറോ ആക്കി കാണിച്ചു പബ്ലിക്കിൽ. എന്നെപ്പറ്റി വളരെ മോശമായി ഇവിടുത്തെ ന്യൂസ് പേപ്പറൊക്കെ എഴുതി, മലയാളികൾ എഴുതി, വലിയ വലിയ ജേർണലിസ്റ്റുകൾ എഴുതി. പ്രധാനപ്പെട്ടവർ പോലും എന്നെ പിന്നിൽ പ്രവർത്തിച്ചു. എന്നെ ആരും സഹായിക്കാതിരിക്കുവാൻ, എന്നെ ഇറക്കുവാതിരിക്കുവാൻ. നല്ല ശമരക്കാരൻ കർത്താവ് മാത്രം. ആര് കൈവിട്ടാലും കൈവിടാത്ത നമ്മുടെ ഈ ലോകത്തിൽ യഥാർത്ഥമായ ട്രാൻസ്പെറൻറ്റ് ലവ്, റിയൽ ലവ് കർത്താവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബോയ് ഫ്രണ്ടിൽ നിന്നും ഒരു ഗേൾ ഫ്രണ്ടിൽ നിന്നും സ്നേഹം പ്രതീക്ഷിക്കരുത്. അതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ഭാര്യയും ഒരു ഭർത്താവിൽ നിന്നും പ്രതീക്ഷിക്കരുത്. കർത്താവ് കഴിഞ്ഞിട്ട് മാത്രം മതി. എൻ്റെ അനുഭവമാണ്. ആ രാത്രിയുടെ യാമത്തിൽ ജയിലിനകത്ത് കടന്നു വന്ന് പത്രോസിനെയും ശീലാസിനെയും വിടുവിക്കുവാൻ കഴിവുള്ള കർത്താവ്, അവർ ദൈവനാമ നിമിത്തമായ അകത്ത്. ഞാൻ എൻ്റെ അനുസരണക്കേട് കൊണ്ടാണ് അകത്തായത്. അവിടെയും കർത്താവ് ഇറങ്ങി വന്നു. ഒരു ശുശ്രൂഷകനും കാണുവാൻ വരാത്ത സ്ഥലത്ത്, ഒരു കുടുംബ ബന്ധങ്ങളും കടന്നു വന്ന് എന്നെ ഇറക്കുവാൻ കഴിയാത്ത സ്ഥാനത്ത് എന്നെ സ്നേഹിച്ച കർത്താവ്, എന്നെ പറ്റിയുള്ള ഉദ്ദേശം 40 വർഷക്കാലം ഞാൻ പാഴാക്കിയെങ്കിലും എന്നെ ചേർത്തുകൊണ്ട കർത്താവിനെ ഉയർത്തുവരിക്കുന്നൊക്കെ സാധ്യമല്ല. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. എനിക്ക് കുറേ ലയബിലിറ്റീസ് ഉണ്ട് ഇവിടെ ഇറങ്ങിയെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്ത് കിട്ടുന്ന സമയം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഒരു സ്റ്റേജും ഞാനിപ്പോൾ കൂടിക്കൊണ്ടുന്ന ആ സഭയിൽ
കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഫീൽഡ് വർക്ക് എന്തുണ്ടോ ഐ എം റെഡി. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫീൽഡ് വർക്ക്, ബിഹൈൻഡ് ദ സ്ക്രീൻ, കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അന്ത്യത്തോളം വിശ്വസ്തനായി ഈ എട്ടേരട്ടി നഷ്ടപ്പെടാതെ ജീവിക്കണമെന്ന് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. എനിക്ക് 3 മക്കളുണ്ട്. അവരെല്ലാം കർത്താവിനെ ഒരു പിതാവില്ലാതാണ് വളർന്നത്. ഒരു പിതാവില്ലാതെയാണ് ഇത്രയും കാലം വളർന്നത്, കഴിഞ്ഞ ഓൾമോസ്റ്റ് 20 years. എന്നാൽ എൻ്റെ വൈഫ് മക്കളെ നല്ല നിലയിൽ വളർത്തി. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ 2 കൂട്ടരുടെയും, എൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, എൻ്റെ അങ്കിളുമാർ, ആൻറ്റിമാർ, അതുപോലെ എൻ്റെ വൈഫ് ആനിയുടെ സിബ്ലിങ്സ് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളുടെ 3 പേരും വളരെ ആത്മീയമായി വളരെ ദൈവസന്നിധിയിലായിരിക്കുന്നത് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം എൻ്റെ വൈഫിനാണ് പോകുന്നത്. പ്രൈസ് ഗോഡ്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയാഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങൾ കൂടെ എങ്കിലും ചെയ്യാൻ. ഞാൻ കാരണം ദൈവനാമം ഒത്തിരി ദുഷിക്കപ്പെട്ടു. ഞാൻ കാരണം പെന്തക്കോസ്റ്റിൻ്റെ പേര് ഇല്ലാതായി. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഈ പെന്തക്കോസ്റ്റ് അനുഭവം 5 വൻകരയിലും എൻ്റെ മക്കൾ ഉയർത്തണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. സിസ്റ്ററായ എനിക്കും കർത്താവ് അത് തരുന്നതായ സമയം അത്രയും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരു ലാഭവും നോക്കാതെ, ഒരു സ്ഥാനമാനം നോക്കാതെ, ഒരു സാധാരണ മനുഷ്യനായി ഒരു ബ്രദർ എന്നുള്ള പേരിൽ മാത്രം അറിയപ്പെട്ട് കർത്താവിനോട് പറയപ്പെടും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇപ്രകാരം ഇങ്ങനൊരു TV ഒരിക്കലും പ്രതീക്ഷയില്ല, ആഗ്രഹിച്ചിട്ടുമില്ല, പ്രതീക്ഷിച്ചിട്ടുമില്ല. എനിക്കവിടെ യോഗ്യതയുമില്ല. എങ്ങനെയെങ്കിലും ഇത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എൻ്റെ പിന്നിൽ ജോൺസൺ പാസ്റ്ററും റോയ് മാത്യു ഫ്രം ബാംഗ്ലൂർ എന്നെ പേരിങ്ങനെ കൊടുത്തിരുന്നു. എനിക്കതിനുള്ള എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ അനുഭവം. എന്നിരുന്നാലും ഇത് ദൈവത്തിൻ്റെ പ്ലാനാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. എനിക്കൊരു ആഗ്രഹമേ ഉള്ളൂ, ഇത് വാച്ച് ചെയ്യുന്നതായ പെന്തക്കോസ്റ്റൽസ് ആൻഡ് നോൺ പെന്തക്കോസ്റ്റൽസ് കർത്താവിനെ യഥാർത്ഥമായി രുചിച്ചറിയണം. കർത്താവിന് വേണ്ടി ജീവിക്കണം. കർത്താവിൻ്റെ ആ സാന്നിധ്യം, പ്രിയമുള്ളവരെ, പഴയ നിയമം നോക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ എടുക്കപ്പെടുന്ന ശേഷം പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലാക്കി. ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാപം കൂടാതെ, നമുക്ക് പ്രയാസം കൂടാതെ, ദുഃഖങ്ങളില്ലാതെ കർത്താവിൽ ആശ്രയിക്കുന്നതിന് സാധിക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒറ്റ കാര്യം, ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്താം. ആ ദൈവികമായ ശേഖേന, ദൈവികമായ സാന്നിധ്യം, ആ മഹത്വം എപ്പോഴും അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു പാപത്തിലും അകപ്പെടുകയില്ല, ഒരു അനുസരണക്കേടിലും പോലും, ഒരു പിന്മാറ്റത്തിനും പോകുകയില്ല. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ പച്ചയായ മനുഷ്യൻ തെറ്റിപ്പോകുന്ന ഗുണം കാരണമാകുന്നത്. അപ്പം മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം, പാസ്റ്റർമാർ ചെയ്യേണ്ട കാര്യം, വിശ്വാസികൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ സാന്നിധ്യം ദൈവസഭകളിൽ, ഭവനങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ എങ്ങനെ എത്തിക്കാം, അതാണ് ചെയ്യേണ്ടത്. ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ദൈവജനം പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഇത് രണ്ടുമില്ലാതെ നടക്കില്ല. ഉപവാസം, പ്രാർത്ഥന, ഇത് മാത്രമേ സൊല്യൂഷനുള്ളൂ. ഇതാണ്, ഈ 2 ക്യാപ്സൂൾ മാത്രമേ ഈ പാപത്തിന് പരിഹാരമുള്ളൂ. കർത്താവിൻ്റെ ക്രൂശിൽ കൂടി, ആ രക്തത്തിൽ കൂടി, ആ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്തിൽ ആശ്രയിച്ച് ലഭിക്കുന്ന വിടുതൽ, ലഭിക്കുന്നതായ രക്ഷ, അത് മാത്രമേ നമ്മെ നിത്യതയിലെത്തിക്കുന്നതിനെ കൊണ്ട് സാധ്യമാകുകയുള്ളൂ. കർത്താവിനെ വരവേറ്റവും അടുത്തിരിക്കുകയാണ്.
ലോകസമ്മളെല്ലാം അത് വിളിച്ചറിയിക്കുന്നു. ഈ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതിനായി എല്ലാവരും ഒരുങ്ങണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു റജി ബ്രദറെ. സത്യത്തിൽ റജി ബ്രദറിൻ്റെ ഒരു തുറന്നു പറച്ചിലായിരുന്നല്ലേ ജീവിതാനുഭവങ്ങൾ. പലപ്പോഴും പലരും പരാജയങ്ങളെക്കുറിച്ച് പറയത്തില്ല, പക്ഷെ വളരെ സത്യസന്ധമായിട്ട് തനിക്കെന്താ സംഭവിച്ചത്, എവിടെയാ പരാജയങ്ങൾ സംഭവിച്ചതെന്നുള്ളത് റജി ബ്രദർ തുറന്നു പറയുന്ന ഒരു അനുഭവമായിരുന്നു. 65 കോടി രൂപയുടെ നഷ്ടം, 35 വർഷത്തോളം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, 9 വർഷം ജയിലിൽ കിടന്നു. 9 വർഷവും 2 മാസവും 10 ദിവസവും. 9 വർഷം 5 മാസം 10 ദിവസം. അതെ, അത് പുറത്തു വന്നതൊരു അത്ഭുതം. പുറത്തു വന്നതിന് ശേഷം ബഹ്റൈനിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഒരു അത്ഭുതം. കാരണം അത്രയും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളിനെ ഡീപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ, പുറത്ത് പറഞ്ഞു വിടത്തേ ഉള്ളൂ. അതെല്ലാം ദൈവം കൃപ കൂടിയിരുന്നത് കൊണ്ട് സംഭവിച്ചു. അത് സത്യമാണ്, അങ്ങനെയേ ഉള്ളൂ, ഡിപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. എസ്പെഷ്യലി ഈ രാജ്യത്തിൻ്റെ പേര് എല്ലാ രാജ്യങ്ങളിലും ഞാൻ എത്തിച്ചു. അത്രത്തോളം രാജ്യത്തിൻ്റെ പേര് ഇല്ലാതാക്കി. അതിനൊക്കെ പ്രതികാരം പറഞ്ഞ വീട്ടിൽ. അപ്പം ഒരിക്കലും ഇവിടെ നിന്ന് അവർ നിർത്തത്തില്ല. ആ രേഖയും കർത്താവ് തിരുത്തിയതാണ്. രേഖയെ മാറ്റി എഴുതുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമല്ലോ. കർത്താവിൻ്റെ ഉദ്ദേശം നിറവേറുക എന്നുള്ളതാണല്ലോ, അല്ലേ? അതിന് കർത്താവ് ചെയ്ത വഴിയാണത്. രേഖകളെ മാറ്റി അസാധ്യങ്ങളെ സാധ്യമാക്കി. യെസ്, തീർച്ചയായിട്ടും. അതെ, വിശ്വാസ ധൈര്യമായിട്ട് എനിക്ക് പറയാൻ നോക്കണം. ജീവിക്കുന്ന ദൈവം. എല്ലാവരും പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, വിലാപങ്ങൾ 3:1. ഈ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ വടി കാണാതെ ആ ട്രാക്കിൽ വന്ന നന്നായി, അല്ലെങ്കിൽ എനിക്കത് പറ്റിയതുപോലെ എല്ലാം നഷ്ടമാകും. എല്ലാം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊന്നുമില്ല. ഓക്കെ, അകത്തായിരുന്നപ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാം അവിടെ ലഭ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു ദിവസം ഒരു ഡിനാർ പോലും കയ്യിലില്ലാതെ. ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായി ബഹളങ്ങളായിട്ട് ഞാൻ പണ്ട് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു മമ്മിയോടോ, അല്ലെങ്കിൽ ഈ സുശേഷ വേലയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ, വേറെ പണിയില്ലേ, ഇങ്ങനെ പിച്ചപ്പാത്രം എടുത്ത് രാവിലെ വെള്ളയിട്ട് ഈ കറുത്ത പുസ്തകം എടുത്ത് വള്ളിച്ചപ്പലും ഇട്ട് ഇറങ്ങിയിരിക്കും വലിയവരെയും ബുദ്ധിമുട്ടിക്കുവാൻ. എനിക്കെൻ്റെ ആവശ്യമില്ല, ഞാൻ ഗൾഫുകാരനാണ്, എൻ്റെ പിതാവ് സമ്പന്നനാണ് എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന അവസ്ഥയിൽ നിന്നും എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ ശരിക്കും ബെഗ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ആക്കി. അതും കർത്താവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. എന്നെ പഠിപ്പിച്ചു. ഞാൻ പറയാൻ വന്നത്, ഈ കഴിഞ്ഞ ഇറങ്ങിയ ശേഷം ഇന്ന് വരെയും ഓരോ നിമിഷവും, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഭക്ഷണത്തിനുള്ള കാശില്ല, പെട്രോളിനുള്ള പണമില്ല, ചില സമയങ്ങളിൽ വാഹനം പോലുമില്ല. ലക്ഷറി വെഹിക്കിൾസ് ഉപയോഗിച്ചിരുന്ന സമയമുണ്ട്, വാഹനം പോലും ഇല്ലാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, കർത്താവ് ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കർത്താവ് പടിപടിയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അന്ന് വിശ്വാസ ജീവിതം എനിക്കങ്ങ് വേണ്ട, എനിക്കെൻ്റെ ആവശ്യമേ അല്ല. എൻ്റെ പിതാവ് ഗൾഫിലാണ്, ഞാൻ ഗൾഫുകാരൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇപ്പോൾ ഞാൻ ശരിക്കും ഈ ദിവസം പോലും വിശ്വാസ ജീവിതം നയിക്കുന്നത്. ബാങ്കിലെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, അന്നേക്കുള്ള കർത്താവ് നൽകുന്നു എന്നെനിക്ക് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും ധൈര്യമായിട്ടും പറയാൻ കൊണ്ട് സാധിക്കുന്നു. പലപ്പോഴും എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരുമ്പോഴാണ് അറിയുന്നത് ഇത്ര എമൗണ്ട് വന്നിട്ടുണ്ട്, പോയി കളക്ട് ചെയ്യുവാൻ. സ്തോത്രം. ആ ആവശ്യം എമർജൻസി കഴിഞ്ഞു, ഇന്നലെ പേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ കർത്താവ് വിശ്വാസ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുക കർത്താവ്. സ്തോത്രം. വിശ്വാസ ജീവിതം പടിപടിയായി കർത്താവ് പഠിപ്പിച്ചു. അതെ, ദൈവിക അനുഗ്രഹങ്ങളെല്ലാം പിന്നെയും കൂടിയിരിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ വളരെ അസാധാരണമാകുന്ന ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേട്ടത്.
ഒരു പുത്തൂരത്ത പെന്തക്കോസ്തുകാരനായിട്ട്, ഒരു നോമിനൽ പെന്തക്കോസ്തുകാരനായിട്ട്, സാധാരണ നാമോദയ ക്രിസ്ത്യാനികളെന്ന് നമ്മൾ പറയും, നാമോദയ പെന്തക്കോസ്തുകാരെന്ന ഒരു പ്രയോഗം വേണ്ടിയിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞൊരു കാര്യം, ജഡത്തിൽ ജീവിക്കുന്നവർ ഇന്ന് അനേകരുണ്ട്. അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ്. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ അവരിൽ നിന്ന് പുറപ്പെടുന്ന ഫലം ജഡത്തിൻ്റെ ഫലമാണ്. കാരണം ജഡത്തെ മരിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് റിജി ബ്രദർ വന്നു. പിതാവിൻ്റെ മാനസാന്തരം കണ്ടിട്ട്, അമ്മയെ കണ്ടിട്ട് ഒക്കെ പെന്തക്കോസ് വന്നെങ്കിലും ഒരു സാധാരണ പെന്തക്കോസുകാരനായി. ഒരു പക്ഷേ ചർച്ചിൽ ആക്റ്റീവായിരിക്കാം, ദശാംശം കൊടുക്കുന്നുണ്ടായിരിക്കാം, പാസ്റ്റർമാരെ സഹായിക്കുന്നുണ്ടായിരിക്കാം, കൂട്ടായ്മ യോഗങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം, ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ എനിക്കറിയില്ല, കമ്മിറ്റിയിലുണ്ടായിരിക്കാം, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ജീവിതത്തിൽ പെന്തക്കോസ്തിൻ്റെ യഥാർത്ഥ അനുഭവം അനുഭവിച്ചത് താൻ തന്നെ പറഞ്ഞതുപോലെ ഒരു ദൈവപൈതലിനെ ചെയ്യാൻ പറ്റാത്ത വഴികളിലൂടെയൊക്കെ പോയി അവസാനം ജയിലിൽ കടന്ന് അവിടെ വെച്ച് പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടതാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവമക്കളെ ഓർത്ത് അവർ കാണിച്ച ആ ഒരു മനസ്സ്, ജയിലിൽ പോയി കർത്താവിനെക്കുറിച്ച് ഷെയർ ചെയ്യുവാൻ, ബഹ്റൈനിലാണെങ്കിലും അവർ കാണിച്ച മനസ്സ്, അതാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ റെജി ബ്രദർ ഇരിക്കുവാനുള്ള ഒരു കാരണം. ജോൺസൺ പാസ്റ്റർ ചർച്ച് അല്ലേ, രഹബോത്ത് ചർച്ച് അല്ലയോ? രഹബോത്ത് റിവൈവൽ ചർച്ച്. രഹബോത്ത് റിവൈവൽ ചർച്ച്. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യമോടെ നന്ദി പറയും, ഇത്രയും സമയം വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ. ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ദൈവം ഒരു സെക്കൻഡ് ചാൻസ് തരുന്ന ദൈവമാണ്. വി ഹാവ് എ സെക്കൻഡ് ചാൻസ്. നമുക്കൊരു സെക്കൻഡ് ചാൻസ് ദൈവം തരും, ഒരവസരം കൂടെ തരും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി പരാജയപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ തോൽവികളെ വിജയമാക്കുവാൻ, കുറ്റപ്പെടുത്തലുകൾ കൂടാതെ ചേർത്ത് നിർത്തുവാൻ കർത്താവ് ഇന്നും തയ്യാറാണ്. മടങ്ങി വരുവാൻ നാം തയ്യാറായാൽ നമുക്കൊക്കെ ഒരു മടങ്ങി വരുവിൻ്റെ നാളുകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റിജി ബ്രദറിനോടുള്ള നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലും കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, നിയമപ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വിവിധ ഭാരങ്ങളിലൂടെ പോകുന്നവരുണ്ട്. റിജി ബ്രദറിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സമാധാനവും സന്തോഷവും അവരുടെ മേലൊന്ന് പകരപ്പെടുവാനിടയായി തീരട്ടെ. ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥ, ഞങ്ങളുടെ പാദപീഠത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് എത്ര നല്ലവനാണ്, അങ്ങ് എത്ര വിശ്വസ്തനാണ്, നീതിമാനാണ്, ന്യായകർത്താവാണ്. വാത്സല്യത്തോടെ ചേർത്ത് കൊള്ളുന്ന കർത്താവേ, അടിയനെ ചേർത്തുകൊണ്ട പ്രകാരം ഈ സാക്ഷ്യം കേൾക്കുന്ന ലക്ഷങ്ങൾ, കോടി ജനങ്ങൾ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, ഞെരുക്കങ്ങൾ, കടഭാരങ്ങൾ, രോഗങ്ങൾ, അതെന്ത് തന്നെയായിരുന്നാലും കർത്താവേ, ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ തീർച്ചയായും നിശ്ചയമായും ആഴിയിൽ പാതയൊരുക്കുന്ന കർത്താവ്, ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ്, അസാധ്യങ്ങളെ സാധ്യമാകുന്ന കർത്താവ്, കർത്താവേ, അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഈ സാന്നിധ്യം അവരുടെ ജീവിതത്തിലേക്ക് അയക്കുമാറാകണമേ. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയമായി ഇടപെടുമാറാകണമേ. കർത്താവേ, അവരെ രൂപാന്തരപ്പെടുത്തണം. യഥാർത്ഥമായ പെന്തക്കോസ്റ്റൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അങ്ങയുടെ പാദപീഠയെ വന്നണയുവാൻ, അടിയറ വെക്കുവാൻ, അവരുടെ ജീവിതം സമർപ്പിക്കപ്പെടുവാൻ, കർത്താവേ, ഈ നിത്യത കൈക്കൊള്ളുവാൻ, കർത്താവ് നിത്യതയിലേക്ക് അവർ ആകർഷിക്കപ്പെടുവാൻ, യഥാർത്ഥമായ മനസ്സാന്തരം, യഥാർത്ഥമായ രക്ഷിക്കപ്പെടൽ, വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്ത്യത്തോളം വിശ്വസ്തനായി നിൽക്കുവാൻ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കണമേ. ആരും കർത്താവ് അങ്ങയുടെ സാന്നിധ്യം വിട്ട് കടന്നു പോകാൻ സമ്മതിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു പിതാവേ. വൃത്തിയാൽ ഈ ചാനലിനോട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ അപേക്ഷയൊന്നും കൂടാതെ ഈ വലിയ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും തൻ്റെ പൈതങ്ങളെയും തൻ്റെ എല്ലാ ടെക്നിക്കൽ സ്റ്റാഫിനെയോട്ട് പ്രാർത്ഥിക്കുകയാണ്. വൃത്തിയാൽ അടിൻ്റെ കൂടെ ഇവിടെ ആയിരിക്കുന്നതായ കർത്താവിൻ്റെ ദാസൻ ഷിബുവെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹാരോൺ തിമ്മത്തിയോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവരെല്ലാവരും സഹായിക്കണമെന്ന് ഉപേക്ഷിക്കുന്ന കർത്താവ്, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുന്നത്. അതോടൊപ്പം കർത്താവ് റോയ് പാസ്റ്ററിനെ കുടുംബത്തെയും മക്കളോട്ട് പ്രാർത്ഥിക്കുന്നു.
ജോൺ സംഭാഷണ കുടുംബത്തെ മക്കളോട്ട് പ്രാർത്ഥിക്കുന്നത് പ്രകാരം അടിൻ്റെ സാക്ഷ്യം ഈ ചാനലിൽ കൂടെ പറയുവാൻ തക്കോണം ഒരുക്കിയ എല്ലാ മുഖാന്തൻ കൊടുത്ത് സ്തോത്രം ചെയ്യുകയാണ്. അടിഞ്ഞൊരു പ്രാവശ്യ കുടുംബമായി സമർപ്പിക്കും, താഴ്ത്തിയേൽപ്പിക്കുന്നു പിതാവ്. അങ്ങ് നൽകിയ എല്ലാ ദാനത്തിനായി സ്തോത്രം, അങ്ങ് നൽകിയ എല്ലാവിധം അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം കർത്താവ്. അദ്ദേഹത്തോളം വിശ്വസ്തനായി നിൽപ്പാൻ വീണ്ടും അങ്ങ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസക്കാവ് നമ്മളെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ നിന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ റിജിയുടെ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെ മേലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു റിജിയുടെ ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. കുറേ സമയം ഞങ്ങളോടൊപ്പം വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. Thank you for watching. God bless you. Praise you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.